ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്ക് വീണ്ടുമായിരിക്കാൻ ദൈവം നമുക്ക് തന്ന വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. 24 വരെയുള്ള വാക്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചു തീർത്തത്. 2-ാമത്തെ അധ്യായം എന്നുകൊണ്ട് തീർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് മൊത്തത്തിൽ 2-ാം അധ്യായം ഒന്ന് പറഞ്ഞു പോകാം, 1-2 മിനിറ്റുകളുടെ അടുത്ത്. നമ്മൾ 2-ാം അധ്യായത്തിൽ കാണുന്നത് പ്രധാനമായിട്ട് ആ മെയിൻ തീം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവേശുള്ള ഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പം അതിനു വേണ്ടിയിട്ട് 1 മുതൽ 4 വാക്യങ്ങളിൽ എന്തൊക്കെയാണ് പറയുന്നത്? അവിടെ നമ്മളോട് പറയുന്നത് സ്വാർത്ഥതയരുത്, താഴ്മ വേണം, മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുക. അവിടെ പിന്നെ പറയുന്നുണ്ട് നമ്മൾ ഏക സ്നേഹമുള്ളവരായി, ഏക ആത്മാവിൽ ഒരേ ഭാവമുള്ളവരായിരിക്കും, ഏകഭാവമുള്ളവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളിൽ ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്നതാണ്, അല്ലേ? അപ്പൊ അങ്ങനെ തന്ന അനുഗ്രഹങ്ങളെ നാം പ്രമാണിക്കുക, നമ്മുടെ ജീവിതത്തിൽ രക്ഷയ്ക്കായി പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്, അല്ലേ? 2-6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിന്റെ മാതൃക എങ്ങനെയാണെന്ന് പറയുന്നത്. അവൻ ദൈവരൂപത്തിലിരിക്കെ, ആ ദൈവമായിരിക്കെ, ആ ദൈവ സ്വഭാവം അവിടെ ദൈവത്തിന്റെ ആ സമത്വം മുറുകെ പിടിക്കാതെ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഇവിടെ ഒരു മനുഷ്യനായി ജനിച്ച് നമ്മളുടെ ഇടയിൽ പാർത്ത് ആ സാധാരണ ഒരു മനുഷ്യരെ പോലെ ജീവിച്ചു. സ്വർഗീയ അനുഗ്രഹങ്ങളൊക്കെ വെടിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി പിതാവിന്റെ ഇഷ്ടത്തിനു വേണ്ടി ആ പിതാവിനെ അനുസരിച്ച്, എങ്ങനെ അനുസരിച്ചെന്ന് പറയുന്നത് തൻ്റെ മരണത്തോളം, ആ ക്രൂശില മരണത്തോളം ഉള്ളവനായ കർത്താവിനെ കാണിച്ചു തന്നു. അങ്ങനെ കർത്താവ് മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നപ്പോൾ ദൈവം കർത്താവിനെ ഏറ്റവും ഉയർത്തിയെന്ന് പറഞ്ഞു, അല്ലെ? ആ ദൈവസ്വഭാവം ദൈവസ്വഭാവത്തോട് മനുഷ്യ സ്വഭാവം ആഡ് ചെയ്തപ്പെട്ടപ്പോഴ് ആ നേരത്തെ പിതാവിന്റെ അടുക്കൽ ഇരുന്ന മഹത്വത്തിലധികമായി ചില അധികാരങ്ങളും കൊടുത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 2:12 മുതൽ 18 വരെ ഉള്ള വാക്യങ്ങൾ കാണുന്നത് നാം ക്രിസ്തുവിന്റെ ആയിരിക്കണം, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മാതൃകയുള്ളവർ എങ്ങനെയായിരിക്കണം, രക്ഷ പ്രവൃത്തി ഭാഗത്തിൽ കൊണ്ടുവരാൻ പറയുന്നുണ്ട്, അല്ലെ? അവിടെ നമ്മൾ മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരണം. അവിടെ പറയുന്നുണ്ട് രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ, വാദവും പെറുപെറുപ്പും ഒന്നും ആരുതേ. എന്തോ ചെയ്യണം? ജീവന്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണമെന്ന് പറഞ്ഞു പൗലോസ്. എന്നിട്ട് പറയുന്ന പൗലോസിന്റെ സ്വഭാവം അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നുണ്ട്, ആ ഒരു മനസ്സ്. അങ്ങനെയായാൽ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പുകഴ്ചയുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നുണ്ട് പറയുന്നത് വിശ്വാസം 17-18 പൗലോസിന്റെ മനസ്സാണ് കാണുന്നത്. അവരുടെ വിശ്വാസം എന്ന യാഗത്തിൽ പൗലോസിന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും, പനിയാഗമായി ഒഴിക്കേണ്ടി വന്നാലും ഞാൻ അതിനും സന്നദ്ധനാണ്, അതും താൻ സന്തോഷിക്കുമെന്നാണ് അവിടെയും പറയുന്നത്, അല്ലെ? അപ്പൊ ആ പൗലോസിന്റെ ഇതാണ് കാണുന്നത്. അവരുടെ ഫിലിപ്പിയരുടെ വിശ്വാസത്തെ ഏറ്റവും ഉയർന്നതായിട്ടും തൻ്റെ ആ രക്തമാണെങ്കിൽ, തൻ്റെ ജീവനാണെങ്കിൽ തന്നെ അതിനേക്കാളും ഏറ്റവും ചെറുതായി പൗലോസ് കാണിക്കുന്നതോടെ പൗലോസിന്റെ താഴ്മ നമ്മൾ കാണുവാനായിട്ട് കഴിയും. അത് കഴിഞ്ഞിട്ട് 19 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്ന ക്രിസ്തുവിന്റെ മനസ്സുള്ള 2 ആളുകളെയാണ് കാണിക്കുന്നത്. ഒന്നാമത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട തിമോത്തിയെ കുറിച്ചാണ് കാണുന്നത്. അപ്പൊ എല്ലാവരും സ്വന്തം കാര്യം അന്വേഷിക്കുമ്പോൾ തിമോത്തി ആരുടെ കാര്യം അന്വേഷിച്ച്? യേശുക്രിസ്തുവിന്റെ കാര്യം. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷനായിരിക്കുന്ന പൗലോസിന്റെ കാര്യം. ഒരു മകൻ അപ്പന് ചെയ്യുന്നത് പോലെ ആ സുവിശേഷ ഘോഷണത്തിൽ പൗലോസിനോടുകൂടെ വർക്ക് ചെയ്യുകയും അവന്റെ സിദ്ധതയാ പറഞ്ഞു. അവരുടെ തെളിഞ്ഞ ക്യാരക്ടർ നമ്മൾ അവിടെ കണ്ടായിരുന്നു. ഇന്ന് അടുത്തതായിട്ട് നമ്മൾ 25 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് പഠിക്കാൻ പോകുന്നത് എപ്പഫ്രാദിത്തോസിനെ കുറിച്ചാണ്. ക്രിസ്തുവിന്റെ വേലയ്ക്കായി മരണത്തോളമായി തീർന്ന എപ്പഫ്രാദിത്തോസിന്റെ മനസ്സിനെയാണ് അവിടെ പൗലോസ് നമ്മൾ വരച്ച് കാണിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ മാതൃക ക്രിസ്തു ദൈവമായതുകൊണ്ട് ചിലപ്പം
നമുക്ക് അങ്ങനെ അങ്ങ് പറയാം അല്ലേ? പക്ഷെ ചിലവർ പറയാം പൗലോസും അപ്പോസ്തലനായോണ്ട് പൗലോസ് അങ്ങനെ കാണിച്ചിരിക്കണം. പക്ഷെ തീമത്തിയോസോ സാധാരണക്കാരിൽ സാധാരണക്കാരായ തീമത്തിയോസിനെയും എപ്പഫ്രായിത്തോസിനെയാണ് കാണിക്കുന്നത്. എപ്പഫ്രായിത്തോസ് ഒരു യവനനായിരുന്നു. ഓക്കെ, നമുക്ക് 25-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷനുമായ എപ്പഫ്രാദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമുക്കറിയാം ഫിലിപ്പിയിൽ നിന്നുള്ളതാണ് എപ്പഫ്രാദിത്തോസ്. എപ്പഫ്രാദിത്തോസ് ഇപ്പോൾ പൗലോസിന്റെ അടുക്കൽ റോമയിലായിരിക്കുകയാണ്. ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു 24 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ പഠിച്ച പൗലോസ് എപ്പഫ്രാദിത്തോസിൽ നിന്ന് ഫിലിപ്പിയരുടെ വിവരങ്ങൾ അറിഞ്ഞിട്ട് അവരെ കാണണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എങ്കിലും തനിക്കിപ്പോൾ പോകാനൊക്കത്തില്ല, താനിപ്പോൾ തടവറയിലായിരിക്കുകയാണ്. അതുകൊണ്ട് തനിക്ക് തന്നെ പോലെ തന്നെയുള്ള തീമത്യോസിനെ അയക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് പറയുക, ഇപ്പൊ ഞാനിപ്പോ തടവറയില, വിധി കാത്തുകൊണ്ട് കിടക്കുക. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പം തീമത്യോസ് എൻ്റെ കൂടെ ഇരിക്കുന്നതാ നല്ലത്. അതുകൊണ്ട് ഞാനിപ്പോൾ എപ്പഫ്രാദിത്തോസിനെ അയക്കുക. എൻ്റെ കാര്യം എങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ തീമത്യോസിനെ അയക്കാം. പക്ഷെ ഇപ്പൊ ഞാൻ എപ്പഫ്രാദിത്തോസിനെ അയക്കാൻ ആഗ്രഹിക്കുന്നു എന്നവിടെ പറഞ്ഞല്ലേ. അപ്പൊ അവിടെ എപ്പഫ്രാദിത്തോസിനെ അയക്കുന്നതാണ് ഇപ്പോൾ ഉചിതമെന്ന് പൗലോസിന് തോന്നി. എപ്പഫ്രായിത്തോസ് ഫിലിപ്പിയിൽ നിന്ന് പൗലോസിന്റെ അടുക്കലേക്ക് വരികയും പൗലോസിനെ ശുശ്രൂഷിക്കാനായിട്ടായി തീരുകയും അതുപോലെ തന്നെ എപ്പഫ്രായിത്തോസിന്റെ കയ്യിൽ അവർ കുറച്ച് സഹായമൊക്കെ പൗലോസിന് കൊടുത്ത് അയക്കുന്നുണ്ട്. എപ്പഫ്രായിത്തോസിന്റെ കയ്യിൽ തിരിച്ച് എപ്പഫ്രായിത്തോസ് ഫിലിപ്പിയിലേക്ക് പോയപ്പോഴാണ് ഈ ലേഖനം എഴുതി എപ്പഫ്രായിത്തോസിന്റെ കയ്യിൽ കൊടുക്കുന്നത്. അങ്ങനെയാണ് നമുക്കും ഫിലിപ്പി ലേഖനം കിട്ടുവാനായിട്ട് കാരണം ആയി തീർന്നത്. അപ്പൊ ഈ എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് നമ്മൾ ഇച്ചിരി വലിയ പദമായല്ലേ. എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് നമ്മൾ ഈ ലേഖനത്തിൽ മാത്രമേ നമ്മൾ എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് കാണുന്നുള്ളൂ. ഫിലിപ്പിയിലെ ശുശ്രൂഷക്കാരനാണ് എപ്പഫ്രായിത്തോസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ വചനത്തിൽ നിന്ന് പഠിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫിലിപ്പിയിലെ എന്നുള്ള ശുശ്രൂഷകനാണ്. നമ്മളൊരു എപ്പഫ്രാസിനെയും കാണുന്നുണ്ട്. അതെവിടെയാ? കൊലോസി ലേഖനത്തിൽ കാണുന്നുണ്ട്. എപ്പഫ്രാസ് കൊലോസിയിലെ ശുശ്രൂഷകനാണ്. ഈ എപ്പഫ്രായിത്തോസും ആ എപ്പഫ്രാസും ഡിഫറൻ്റ് ആണ്. അത് രണ്ടാളാണ്. കൊലോസിയിലെ ശുശ്രൂഷകനായ എപ്പഫ്രാസും ഫിലിപ്പിയിലെ ശുശ്രൂഷകനായ എപ്പഫ്രാദിത്തോസും. എപ്പഫ്രാദിത്തോസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ മനോഹരൻ എന്നാണ് അർത്ഥം, സുന്ദരൻ. അപ്പൊ ഇവിടെ പൗലോസിന്റെ അടുക്കലേക്ക് എപ്പഫ്രാദിത്തോസ് വരുന്നു. നമ്മൾ ഈ വാക്കുകളും താഴെയുള്ള വാക്കുകളിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചു കേട്ടത് അവിടെ പറയുന്നത്, നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, ആ വരവിലോ എവിടെയോ വെച്ച് അല്ലെങ്കിൽ പൗലോസിന്റെ അടുത്ത് വന്നപ്പോൾ എപ്പഫ്രാദിത്തോസ് രോഗിയായി തീരുകയാണ് ചെയ്യുന്നത്. മരണത്തോളമായി തീർന്നെന്നാ പറഞ്ഞു. അവൻ മരിക്കാറായിരുന്നു എന്നാ പറഞ്ഞു, മരിപ്പാറായിരുന്നു സത്യം എന്നാ പറഞ്ഞു. അങ്ങനെ മരണത്തോളമായി പോയ എപ്പഫ്രാദിത്തോസിന് സൗഖ്യമായപ്പോൾ അതിനുശേഷം പൗലോസ് എപ്പഫ്രാദിത്തോസിനെ തിരിച്ച് ഫിലിപ്പിയിലേക്ക് അയക്കുന്നതാണ് നമുക്ക് കാണുന്നത്. അപ്പൊ ആ എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് പൗലോസ് ഇവിടെ പറയുമ്പോഴേ, അവിടെ ശുശ്രൂഷകനാണെങ്കിലും പറയുകയാണെങ്കിൽ അവൻ എങ്ങനെയാണെന്ന് അവൻ പൗലോസ് പറയുകയാണ് ചെയ്യുന്നത്. 5 കാര്യങ്ങളാണ് എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് പൗലോസ് പറയുന്നത്. നമ്മൾ വായിച്ചു കേട്ടതാ. ഒന്ന്, എൻ്റെ സഹോദരൻ, കൂട്ടുവേലക്കാരൻ, സഹപഠൻ, നിങ്ങളുടെ ദൂതൻ, എൻ്റെ ബുദ്ധിമുട്ടിനെ ശുശ്രൂഷിച്ച്. നമ്മൾ വചനത്തിലുടനീളമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ, എത്ര സവിശേഷതയുള്ള ഒരാളെ കുറിച്ച് ഒരുമിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ആകെ 2 പ്രാവശ്യം ഇവിടെ എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ 5 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. പൗലോസിന് അത്രത്തോളം പ്രിയപ്പെട്ടത്. കാരണം തന്നെ ശുശ്രൂഷിക്കാൻ വന്നപ്പോൾ മരണത്തോളം ആയിപ്പോയ ഒരാളാണ് അല്ലേ. നമുക്ക് ആ 5 ആ സവിശേഷതകളും നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, എൻ്റെ സഹോദരൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്രദർ, ഒരു സ്നേഹത്താലുള്ള സംബോധന. എൻ്റെ സഹോദരൻ, നിങ്ങളുടെ സഹോദരൻ എന്നല്ല പറഞ്ഞ, എൻ്റെ സ്വന്തം സഹോദരൻ. ഒരു സഹോദരനെ പോലെ പൗലോസിനോട് കൂടെ
ഇരുന്നത്, അല്ലെ പൗലോസിനോട് കൂടെ വർക്ക് ചെയ്തെന്ന് പറയാം, അല്ലെന്നുണ്ടെങ്കിൽ പൗലോസിനെ ശുശ്രൂഷ ചെയ്യുന്ന, കാരണം പൗലോസിനെ ശുശ്രൂഷ ചെയ്യാൻ വരുന്നത് ക്രിസ്തുവിനുള്ള ശുശ്രൂഷ അല്ലേ, ക്രിസ്തീയ ശുശ്രൂഷക്കാരെ ശുശ്രൂഷിക്കുക, അല്ലെ സഹവിശ്വാസികളെ ശുശ്രൂഷിക്കുക തന്നെ ക്രിസ്തീയ വേലയാണ്. അപ്പം സഹോദരൻ, നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഒരാൾക്ക് ഇച്ചിരി ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുന്നത്, അതൊക്കെ ഒന്ന് സംസാരിക്കുന്നത്, എല്ലാം ഒരാളെ പോയി വിസിറ്റ് ചെയ്യുന്ന എല്ലാം അത് നമ്മുടെ ശുശ്രൂഷയുടെ ഭാഗങ്ങളാണ്. നമ്മളെ ഓരോ സമയത്ത് ഓരോ കാലത്തിലേക്ക് ദൈവം ആക്കി വെച്ചിരിക്കുക. ഇന്ന് നാം ശുശ്രൂഷിക്കുന്നവരായി, ഇന്ന് നാം വർത്താനം പറയുന്നവരായിരിക്കില്ല അടുത്ത പ്രാവശ്യം വർത്താനം പറയുന്നവർ. ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ നമ്മളെ കൊണ്ടോ അവരെ കൊണ്ടോ നമുക്കൊരു കാലത്തിലേക്ക് ഉപയോഗം വന്നേക്കാം, അല്ലേ? അപ്പം അങ്ങനെ ഓരോ കാലത്തും ദൈവം ആക്കി വെച്ചിരിക്കുക. ചിലപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ പ്രത്യേകം ഒത്തിരി അടുത്ത കൂട്ടുകാർ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വിട്ടുപോകുന്നു കാണാം, അല്ലേ? അതിൽ വിഷമിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതെല്ലാം ദൈവം ഓരോ കാലത്തേക്ക് നമ്മുടെ ആവശ്യത്തിന് ആക്കി വെച്ചിരിക്കുക. ഇപ്പൊ എനിക്ക് ഒരു പ്രാവശ്യം രോഗം വന്നാൽ എന്നെ ഇപ്പൊ ശുശ്രൂഷിച്ചവരായിരിക്കില്ല അടുത്ത പ്രാവശ്യം ശുശ്രൂഷ. അതുപോലെ നിങ്ങളെ തന്നെ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആവശ്യം വരുമ്പം നിങ്ങൾക്ക് നിങ്ങളെ സഹായിച്ചവരായിരിക്കില്ല അടുത്ത പ്രാവശ്യം നിങ്ങൾക്കൊരു വിഷമം വരുമ്പോൾ നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരാളെ സഹായിച്ച് ഒരാളെ ജീവിതത്തിന്റെ മുഴുവൻ സമയത്ത് നമുക്ക് സഹായിക്കാൻ ഒക്കില്ല. ഓരോ സമയത്തും ദൈവം ഓരോരുത്തരെയും നമ്മുടെ ജീവിതത്തിൽ ആക്കി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവമാണ്. ദൈവം അറിഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും ദൈവം നടത്തുകയാണ് ചെയ്തത്. നമ്മൾ പറയുന്നുണ്ട്, തലയിൽ ഒരു മുടി ഇഴ പോലും താഴെ വീഴുന്ന ദൈവം അറിഞ്ഞിട്ടാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുക ഓരോ സ്ഥാനത്ത്. അപ്പം ദൈവത്തിന്റെ എവിടെ നമ്മൾ ഇരുന്ന് ശുശ്രൂഷ, ഇപ്പം വചനം പഠിപ്പിക്കുകയോ നമ്മൾ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പ്രസംഗിക്കുകയോ ചെയ്യുന്നത് മാത്രമല്ല ദൈവ ശുശ്രൂഷ. നമ്മളെ കൊണ്ട് എല്ലാവർക്കും വചനം പഠിപ്പിക്കാൻ കഴിയണമെന്നില്ല, എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിയണമെന്നല്ലേ, എല്ലാവർക്കും അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യണമെന്നുള്ളതല്ലേ. ഏത് ശുശ്രൂഷയാണേലും അത് ക്രിസ്തുവിന് വേണ്ടി ചെറിയ ഒരു വിരലെങ്കിലും അനക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു തണ്ണീരെങ്കിലും എൻ്റെ നാമത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ശുശ്രൂഷയാണ്. അത് ചെറുതായാലും വലുതായാലും അതാ ശുശ്രൂഷ. അതുകൊണ്ട് ഒരുത്തിന് നമ്മൾ താലന്തുകളുടെ ഭൂമിയൊക്കെ പഠിച്ചതല്ലേ, ഒരുവന് ഒരു താലന്ത് കൊടുത്തു, ഒരുവന് 2 താലന്ത് കൊടുത്തു, 5 കൊടുത്തു. അപ്പൊ എന്നെ ഒന്നായി ഏൽപ്പിച്ചെങ്കിൽ ഞാൻ അതിനെ എടുത്ത് വ്യാപാരം ചെയ്യുക വിശ്വസ്തയോടെ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്ത് നാം വിനിയോഗം ചെയ്യുക. അത് ഓരോരുത്തരെ കുറിച്ചും അങ്ങനെയാ ഉദ്ദേശിക്കുന്നത്. അത് വലിയ ശുശ്രൂഷ വേണമെന്നില്ല, ചെറിയൊരു ശുശ്രൂഷയാണെങ്കിലും അത് നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ നാം നിറപടിയായി നിവർത്തിക്കുക. തീമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് പൗലോസ്, നീ ശുശ്രൂഷകന്റെ വേല ചെയ്യുക, നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വേറെ ആർക്കും നിവർത്തിക്കാൻ ഒക്കില്ല, ഞാൻ ചെയ്യണം, അല്ലേ? അങ്ങനെ ഇവിടെ എൻ്റെ സഹോദരൻ, അപ്പൊ എൻ്റെ ശുശ്രൂഷ എന്നോട് കൂടെയുള്ള, അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള ഓരോ വിശ്വാസിയെ കുറിച്ചും നമുക്ക് പറയാം, അല്ലെ? ഓരോരുത്തരും സഹോദരങ്ങളാണ്, നമ്മൾ സഹോദരിമാരാ അല്ലെങ്കിൽ സഹോദരങ്ങളാന്ന് നമുക്ക് പറയാം. സഹോദരൻ എന്ന് പറയുന്നത് തന്നെ സഹ ഉദരന്ന, ഒരമ്മയുടെ വയറ്റിൽ നിന്നും ഉദരത്തിൽ നിന്നുണ്ടായത് സഹ ഉദരൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പം ക്രിസ്തുവിലെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവര്, ആ അർത്ഥത്തിൽ ആത്മീക സഹോദരങ്ങളാണ്, അല്ലെ? അങ്ങനെയാണ് ഇവിടെ എൻ്റെ സഹോദരൻ, നിങ്ങളുടെ സഹോദരൻ അല്ലേ? പൗലോസ് പറയും എൻ്റെ സഹോദരൻ, ആത്മാർത്ഥതയോടെ സ്നേഹത്തോടുകൂടെ ഉള്ള ഒരു സംബോധനയാണ് അവിടെ കാണുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം വിശ്വാസത്തിൽ എൻ്റെ കൂടപ്പിറപ്പെന്ന് പറയാം. ഓക്കെ, ഇനി രണ്ടാമത്തെ വിശേഷത കാണിക്കുന്ന കൂട്ടുവേലക്കാരൻ, ഫെലോ വർക്കർ. സുവിശേഷ വേലയിൽ തന്നോടുകൂടെ അല്ലെങ്കിൽ തന്നെ പോലെ തന്നെ അധ്വാനിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. പോളിനോടുകൂടെ ചേർന്ന് അല്ലെങ്കിൽ തീമത്തിയോട് പോലെയോ അങ്ങനെയൊക്കെ തന്നോടുകൂടെ ദൈവരാജ്യത്തിന്റെ കൂട്ടുപണിക്കാരനായി പൗലോസിനോടുകൂടെ വേല ചെയ്യുന്നവൻ എന്ന് അറിയാം. നമുക്ക് പറയാം, എല്ലാ പ്രതിസന്ധികളിലും തളരാതെ, ഇപ്പം മരിക്കത്തക്ക രോഗത്തിലായിരുന്നു എന്നിട്ട് പോലും ആ താൻ ക്രിസ്തുവിനോടുള്ള വേലയല്ല, പൗലോസിനോടുള്ള സ്നേഹത്തിൽ തൻ്റെ പ്രാണനെ പോലും അല്ല, തൻ്റെ ആരോഗ്യത്തോൽ പോലൊന്നും വകവെക്കാതെ അവിടെ ശുശ്രൂഷയിലായിരിക്കുന്ന, അപ്പം ആ കൂട്ടുവേലക്കാരൻ, ക്രിസ്തുവിന്റെ വേലയിൽ കോവർക്കർ, രണ്ടുപേരും ഒരേ വേല ചെയ്യുന്നു. ഇനി മൂന്നാമത് നമ്മൾ കാണുന്ന സഹപഠൻ, ഫെലോ സോൾജിയർ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ക്രിസ്ത്യാനി ഒരു പോരാട്ടക്കളത്തിലാണ്, അല്ലേ? അപ്പൊ നമ്മുടെ ഒരു ക്രിസ്തീയ പോരാട്ടക്കളത്തിൽ എന്ന രീതിയിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഫെലോ സോൾജിയർ, ഞാൻ ക്രിസ്തുവിന് വേണ്ടി പോരാടുന്നു.
പടചേർക്കായിട്ട് നമ്മൾ തീമത്യോസിന്റെ ലേഖനത്തിലൊക്കെ കാണുന്നു അല്ലേ, നീ ക്രിസ്തുവിന്റെ നല്ല ഭടനായി വേല ചെയ്യുന്ന തീമത്യോസിനോട് പറയുന്നുണ്ട്. പൗലോസ് അതുപോലെ ആ ക്രിസ്തുവിന്റെ വേലയിൽ, യുദ്ധക്കളത്തില്, ക്രിസ്തുവിനോടുള്ള അല്ലെ, ദൈവരാജ്യത്തിന്റെ ആ ഒരു പോരാട്ടക്കളത്തിലായിരിക്കും, അല്ലെ ഒരു രാജ്യത്തിന്റെ ആ യുദ്ധക്കളത്തിലായിരിക്കണം ക്രിസ്തീയ പോരാളി എന്നോടുകൂടെ എന്നെ പോലെ തന്നെ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു പോരാളി എന്ന രീതിയിൽ, ഒരു സഹപഠൻ എന്ന രീതിയിൽ ഇവിടെ പറയുന്നുണ്ട്. ഇനി പറയുന്ന നാലാമത്തെ കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ ദൂതൻ, യുവർ മെസ്സഞ്ചർ. നമുക്കറിയാം മെസ്സഞ്ചർ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ അയക്കപ്പെട്ടവൻ എന്നാണ്. ഇപ്പൊ നമ്മള് ശ്രേഷ്ഠ അപ്പോസ്തലന്മാരെ, പൗലോസ്, പത്രോസ് ഒക്കെ ഉള്ള 12 അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുന്നത് അപ്പോസ്തലൻ എന്നാ പറയുന്നത്. അപ്പൊ അപ്പോസ്തലൻ എന്ന് പറയുന്നത് തന്നെ ആ കൂട്ടത്തിലൊരു അപ്പോസ്തലൻ നല്ല രീതിയിലല്ല പൗലോസ് ഇവിടെ എഴുതിയേക്കും. നിങ്ങളുടെ ദൂതൻ, അയക്കപ്പെടും, നിങ്ങളുടെ ഒരു മെസ്സഞ്ചർ. അപ്പൊ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് വേണമെങ്കിൽ അപ്പോസ്തോലന്മാരെ പറഞ്ഞു. ഒന്ന്, ദൈവത്താൽ അയക്കപ്പെട്ടവർ, പൗലോസ്, പത്രോസിന്റെ കൂട്ടൽ എല്ലാവരും ദൈവത്താൽ അയക്കപ്പെട്ടവരാണ്. പക്ഷെ ചിലവർ സഭയാൽ അയക്കപ്പെട്ടവരുണ്ടല്ലേ, എപ്പഫ്രായിത്തോസിനെ പോലെയോ ശിലാസിനെ പോലെയോ അതുപോലെ തന്നെ തീമത്യോസിനെ പോലെയോ. ഇപ്പോൾ ഇവിടുത്തെ അർത്ഥം എന്ന് പറയുന്നത് സഭയാൽ, അപ്പൊ ഫിലിപ്പിയ സഭയാൽ അയക്കപ്പെട്ടവർ. അപ്പൊ നിങ്ങളുടെ ദൂതൻ എന്ന് പറയുമ്പോൾ ആ മെസ്സഞ്ചർ, നിങ്ങളുടെ സന്ദേശം ഞങ്ങളുടെ അടുത്തേക്ക് പൗലോസിനെ അറിയിക്കാനും, അല്ലെ പൗലോസിന്റെ അടുത്ത് നിന്ന് പൗലോസിന്റെ വസ്തുത ഫിലിപ്പിയ സഭയെ അറിയിക്കാനും വേണ്ടി സഭയാൽ അയക്കപ്പെട്ടവനാണ്. ആ അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, അയക്കപ്പെട്ടവൻ, മെസ്സഞ്ചർ. അവിടെ പൗലോസിനെ ശുശ്രൂഷിക്കാനും ഫിലിപ്പിയ സഭയുടെ സഹായം എത്തിക്കാനും വേണ്ടി ഫിലിപ്പിയ സഭയിൽ നിന്നും അയക്കപ്പെട്ടവൻ എന്ന അർത്ഥം. അപ്പൊ എല്ലാ ശുശ്രൂഷകളും ചെയ്യുവാന് ഒരുക്കമുള്ള ഒരാളായിരുന്നു എപ്പഫ്രായിത്തോസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, സാധാരണ ഒരാളെ ശുശ്രൂഷിക്കുന്നത് പോലെയല്ല ഒരു തടവിലായിരിക്കുന്ന ഒരാളെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞത്. പലതരത്തിൽ നിന്നുള്ള എതിർപ്പുകൾ ഉണ്ടാകാം. ഒന്നാമത്തെ കാര്യം, ദൂരെ യാത്ര ചെയ്ത് വന്നിരിക്കുകയാണ്, താൻ നല്ല രോഗിയാണ്. അതുപോലെ തന്നെ തടവറയിൽ ഇരിക്കുന്ന ഒരു പടയാളിയെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി കഠിനകരമായ ശ്രമമാണ്. അപ്പോൾ അതിനകത്തെല്ലാം ആ ഒരു തൻ്റെ താഴ്മയും സമർപ്പണവുമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. മറ്റ് സാധാരണ ആളുകളെ ശുശ്രൂഷിക്കുന്നതിനേക്കാളും പ്രയാസകരമായ ഒരു ശുശ്രൂഷയാണ് തടവറയിലിരിക്കുന്ന ഒരാളെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നതാണ്. ഇനി അഞ്ചാമത്തത്, എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവൻ. അവിടെ ആ ശുശ്രൂഷ എന്നൊക്കെ പറയുന്ന ഒരു പ്രീസ്റ്റ്ലി സർവീസിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് 4-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും, എപ്പഫ്രായിത്തോസിന്റെ കയ്യാൽ സൗരഭ്യവാസിനിയായി എന്ന് പറയുന്നുണ്ട്. അവിടെ ആ ഒരു ദൈവദാസന്മാർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു പ്രീസ്റ്റ്ലി സർവീസ് ആണ്. നമുക്ക് ആ ഫിലിപ്പിയ ലേഖനം 4:18 ഒന്ന് വായിക്കാം. പൗലോസ് പറയാ, ഇപ്പോൾ എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്, സമൃദ്ധിയുമായിരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി, ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പഫ്രായിത്തോസിന്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. അപ്പോൾ ഒരു പ്രീസ്ലി സർവീസ് ആണ് എപ്പഫ്രായിത്തോസ് അവിടെ ചെയ്യുന്നത്. സൗരഭ്യവാസന, ദൈവത്തിന് ആ എപ്പഫ്രായിത്തോസിന്റെ സർവീസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ ഒരു യാഗമായിട്ട് തൻ്റെ പ്രാണനെ പോലെ. നമ്മൾക്കറിയാം യാഗവസ്തു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പൗലോസിന്റെ വിശ്വാസം, നിങ്ങളുടെ വിശ്വാസം എന്ന് യാഗം അർപ്പിക്കപ്പെടുന്ന ശുശ്രൂഷ, എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ യാഗം എന്ന് പറഞ്ഞാൽ യാഗവസ്തുവിനെ യാഗപീഠത്തിൽ വെച്ച് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാനൊക്കെ ഇല്ല അല്ലെ, അതുപോലെ യാഗമായി സമർപ്പിക്കാനായിട്ട് ആക്കപ്പെട്ടവനാണ്, അല്ലെങ്കിൽ ആ പ്രീസ്ലി സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും സവിശേഷതകളാണ് എപ്പഫ്രായിത്തോസിനെ കുറിച്ച് പറയുന്നത്. അപ്പം അവിടെ പറഞ്ഞത് എൻ്റെ സഹോദരൻ, കൂട്ടുവേലക്കാരൻ, സഹപഠൻ, നിങ്ങളുടെ ദൂതൻ, അതുമല്ല എൻ്റെ ബുദ്ധിമുട്ടിന് എന്നെ ശുശ്രൂഷവിനുമായ എപ്പഫ്രായിത്തോസ്. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. എപ്പഫ്രായിത്തോസ് ഇപ്പൊ അവരെല്ലാം കാണുവാനായിട്ട് ആഗ്രഹിച്ചിരിക്കാം. അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചുമിരിക്കുന്നു. ആ എപ്പഫ്രാദിത്തോസിന്റെ
സ്നേഹമുള്ള ഒരു ഹൃദയത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. നമ്മൾ എപ്പഫ്രാത്തോസിന്റെ മനസ്സാണ് പഠിച്ചു വരുന്നത്. എപ്പഫ്രാത്തോസിന്റെ മനസ്സ് വിട്ടുകളയരുത്. എപ്പഫ്രാത്തോസിനെ കുറിച്ചുള്ള വിശേഷതകളൊക്കെ പഠിച്ചാലും മനസ്സ് നമ്മൾ വിട്ടുകളയരുത്. അപ്പം ഒരു സ്നേഹമുള്ള ഒരു ഹൃദയത്തെക്കുറിച്ചാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അവിടെ നമ്മൾ നോക്കുമ്പോഴേ ഫിലിപ്പിയിൽ നിന്ന് റോമിലേക്ക് യാത്ര ചെയ്ത് വന്നവനാണ്. 700 മൈൽ ദൂരമുണ്ട് റോമിൽ നിന്ന് ഫിലിപ്പിയിൽ നിന്ന് റോമിലേക്ക് വരാൻ. ഏകദേശം 1300 കിലോമീറ്റർ. നമ്മൾ ഇന്ത്യയിൽ പറയുമ്പോൾ 1300 കിലോമീറ്റർ, നമ്മളിവിടെ പറയുമ്പോൾ 700 മൈൽ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. അപ്പം അത്രത്തോളം യാത്ര ചെയ്ത് പൗലോസിനെ ശുശ്രൂഷിക്കാൻ എത്തിയിരിക്കുകയാണ്. അപ്പം അന്നത്തെ യാത്രകള് കപ്പലിൽ കൂടെയും റോഡ് മാർഗത്തിലൊക്കെ ഇത് ഇന്നത്തെ പോലുള്ള യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് പൗലോസ് പറയുന്ന കള്ളന്മാരാടുള്ള ലോകത്ത്, കടലിലെ ആപത്ത്, കപ്പലിലെ ആപത്ത്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എത്രത്തോളം ആപത്തുകളൊക്കെ സഹിച്ചായിരിക്കാം, കുറെ കാലങ്ങളെടുത്തായിരിക്കാം ചിലപ്പം ആ യാത്ര ചെയ്തവിടെ വന്നേ. ആ യാത്രയിൽ ഉണ്ടാകാവുന്ന സീ സിക്നസ് അങ്ങനെയൊക്കെ പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം. പക്ഷെ പലരിൽ നിന്നുള്ള അപകടങ്ങൾ ഉണ്ടാകാം, വന്യജന്തുക്കളിൽ നിന്നുള്ള അപകടങ്ങൾ ഉണ്ടാകാം. അങ്ങനെയൊക്കെ അന്നത്തെ കാലത്ത് കാറ്റ്, മഴ, അല്ലേ, ആ ഒരു ഇന്നത്തെ കൂട്ട് പിന്നെ നമ്മുടെ റഡാർ സർവീസോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു. ആ സമയത്ത് യാത്ര ചെയ്ത് വന്നതാണ്. അപ്പം ഭയങ്കര കഠിനകരമായ യാത്ര ചെയ്ത് വന്നു. അപ്പം പൗലോസിനെ ശുശ്രൂഷിക്കാൻ വന്നപ്പം പക്ഷെ താൻ രോഗിയായിപ്പോയി. രോഗിയായി എങ്ങനെയായി മരണത്തിന്റെ വക്കത്തോളം എത്തി. അപ്പൊ അങ്ങനെയായ ഈ വാർത്ത ഫിലിപ്പി സഭ അറിയുന്നു. അപ്പൊ അവര് അപ്പൊ ഒരാളെ പൗലോസിനെ ശുശ്രൂഷിക്കാൻ എപ്പഫ്രായിത്തോസിനെ അങ്ങോട്ട് അയച്ചു. ആ അയച്ച ആള് അവരുടെ മെസ്സഞ്ചർ രോഗിയാവുമ്പം ആ ഫിലിപ്പി സഭയും വ്യസനിക്കും, അതുപോലെ തന്നെ എപ്പഫ്രാത്തോസും വ്യസനിക്കും, അല്ലെ. അവർക്കും എപ്പഫ്രാത്തോസിനെ കാണാൻ ആഗ്രഹമുണ്ട്. എപ്പഫ്രാത്തോസ് തിരിച്ചെന്ന് അവരെ കാണാനും ആഗ്രഹമുണ്ട്. അപ്പൊ അവിടെ പറയുന്നുണ്ട്, അവൻ നിങ്ങളെല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും നമ്മുടെ അർത്ഥം പറയുമ്പോൾ ലോങ്ങിങ് ഫോർ യു ഓൾ, ഭയങ്കരമായിട്ട് വാഞ്ചിച്ച് കാണും. കാരണം താൻ അവര് രോഗവിവരം അറിഞ്ഞു. അവർക്ക് അധികം ദുഃഖം വരും. കാരണം അവര് അയച്ചതായല്ലേ, അവരയച്ചത് കൊണ്ട് അത്രത്തോളം അവർക്ക് ദുഃഖം കാണുമെന്ന് എപ്പഫ്രായിത്തോസ് വിചാരിച്ചു. അപ്പോൾ എപ്പഫ്രായിത്തോസിന് വളരെ ദുഃഖമുണ്ട്. അതുകൊണ്ട് അവരെ കാണണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് എപ്പഫ്രായിത്തോസ് തിരിച്ചു ചെല്ലുമ്പോൾ അവർക്കും ഈ എപ്പഫ്രായിത്തോസിനും ഒരുപോലെ സന്തോഷമായിരിക്കും. അതുകൊണ്ടാണ് അവൻ നിങ്ങളെ എല്ലാവരെയും പൗലോസിന്റെ മനസ്സ് തുറക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ വരികളുടെ ഇടയിലൂടെ ഒക്കെ പോകുമ്പം ചെറിയ ചെറിയ വാക്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ എപ്പഫ്രായിത്തോസിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഓരോ വരികളുടെയും വാക്കുകൾക്കിടയിലും പൗലോസിന്റെ ഹൃദയവും നമ്മളവിടെ കാണണം. എപ്പഫ്രായിത്തോസിന്റെ ഹൃദയം മാത്രം കണ്ട പോലെ പൗലോസിന്റെ ഹൃദയം നമുക്ക് കാണാം. പൗലോസ് പറയാ, അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചു, താൻ ദീനമായി കിടക്കുന്നു എന്ന് നിങ്ങൾ കേട്ടത് കൊണ്ട് വ്യസനിച്ചും ഇരിക്കുന്നു. അപ്പം വ്യസനിച്ചു അവിടെ പറഞ്ഞ ഡീപ്പ് ഡിസ്ട്രസ്, ഭയങ്കരമായ ഒരു വ്യഥയിൽ അവന് ആയിത്തീർന്നു. അപ്പൊ താൻ രോഗിയാണെങ്കിലും ആ സാഹചര്യങ്ങൾക്ക് അതീതമായി ഫിലിപ്പിയർ ദുഃഖിച്ചതിൽ ഇവിടെ എപ്പഫ്രായിത്തോസ് വ്യസനിച്ചതായിട്ടാണ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പൗലോസും, കാരണം തൻ്റെ ചങ്ങലയേക്കാൾ അധികമായി ഫിലിപ്പിയരെ കുറിച്ചും എപ്പഫ്രായിത്തിനെ കുറിച്ചും വ്യസനിക്കുകയും ചെയ്യുന്ന ഒരു പൗലോസിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഓക്കെ. ഇനി അവിടെ ഞാൻ പറഞ്ഞു, അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചു, താൻ ദീനമായി കിടന്നുവെന്ന് നിങ്ങൾ കേട്ടത് കൊണ്ട് വ്യസനിച്ചും ഇരിക്കുന്നു. ഓക്കെ. അപ്പം അവരയച്ച എപ്പഫ്രാസ് ദീനമായെന്ന് കേൾക്കും. നമ്മൾ ഒരാളെ തന്നെ നമ്മൾ എവിടെയെങ്കിലും അയച്ചു കഴിഞ്ഞാൽ അയാൾ വഴിയിൽ വെച്ച് അസുഖമായി കഴിഞ്ഞാൽ നമുക്ക് എത്ര വിഷമം വരും, അല്ലേ. ആ ചിന്തയിൽ അങ്ങ് പോയാൽ മതി. അപ്പൊ അവര് വ്യസനിച്ചു, രണ്ടുപേരും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് കാണുവാൻ സന്തോഷിച്ചു, അവര് വാഞ്ചിച്ചു, അവരാഗ്രഹിച്ചു. ഓക്കെ. 27, അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം, എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു. അവൻ ദീനം പിടിച്ചു മരിപ്പാറായിരുന്നു സത്യം. ഇംഗ്ലീഷ് പറയുന്ന സിക്ക് ടു ദ പോയിന്റ് ഓഫ് ഡെത്ത്, സിക്ക് ഓൾമോസ്റ്റ് അൺ ടു ഡെത്ത്.
ഒരു ചെറിയ ഒരു രോഗമൊന്നും ആയിരുന്നില്ല. മരണകരമായ രോഗമാണ്, മരിക്കാറായിരുന്ന രോഗമാണ്. ചില സമയത്ത് ചിലപ്പം പൗലോസ് വിചാരിച്ചു കാണും അവൻ മരിച്ചു പോകുമെന്ന്. പൗലോസ് പറയും സത്യമായത് ഞാൻ പറയുക. ചില സമയത്ത് പൗലോസ് പറയുന്നത് ഞാൻ സാക്ഷി, ദൈവം സാക്ഷി, നിങ്ങൾ സാക്ഷി എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. സത്യം പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയ രോഗമായിരുന്നില്ല, അത് മരണകരമായ രോഗമായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഇത്രയും ദൂരം സഞ്ചരിച്ചത് കൊണ്ടുള്ള രോഗമായിരിക്കാം, ആ യാത്രയിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകളായിരിക്കാം. പിന്നെ ഇവരെല്ലാം ചെറുപ്പക്കാരാ അല്ലേ. നമ്മള് തീമോത്തിയോസിനെ കുറിച്ച് പറയുമ്പം പൗലോസ് പറയുന്നുണ്ട്, നിന്റെ അജീർണതയും കൂടെ കൂടെയുള്ള ക്ഷീണവും നിമിത്തവും എന്ന് പറയുന്നുണ്ട്. കാരണം നീ വെള്ളം മാത്രം കുടിക്കരുത്, വീഞ്ഞും കൂടെ സേവിച്ചോളാന്ന് പറഞ്ഞു. കാരണം ഇവര് ക്രിസ്തുവിന്റെ ശുശ്രൂഷയാവുമ്പോഴേ ആ യൗവനത്തിന്റെ തിളപ്പ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പം പിന്നെ ക്രിസ്തുവിന്റെ വേലയിലും ആ ഒരു സന്തോഷം, സഹോദരങ്ങളെ കണ്ട് സന്തോഷിക്കും, ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്യുമ്പോൾ അവർ അതൊക്കെ മറന്നു പോകുമായിരിക്കും. ചിലപ്പം തങ്ങളുടെ ഊണും ഉറക്കവും ഒക്കെ മറന്നു പോയിട്ടായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് അതിങ്ങനെ ആയിരിക്കാം അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ചിലപ്പോൾ യാത്ര ചെയ്തതിൽ സംഭവിച്ച, കാരണം സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ അവർ യാത്ര ചെയ്തത്. അപ്പൊ ക്രമേണ ആ രോഗം ഭേദമായിരിക്കുമെന്ന് വിചാരിക്കും. കാരണം ചില രോഗങ്ങളൊക്കെ പെട്ടെന്ന് സൗഖ്യമാവും, ചില രോഗങ്ങളൊക്കെ ക്രമേണ മാറും. അപ്പൊ താൻ മരിക്കാറായിട്ടും പോളിനെ ശുശ്രൂഷ ചെയ്യുന്ന എപ്പഫ്രായിത്തോസിന്റെ സാക്രിഫിഷ്യൽ സർവീസ്, അല്ലെങ്കിൽ ഒരു സമർപ്പണ മനസ്സിനെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു തന്റെ ക്രൂശിന്റെ വേദനയിലും തൻ്റെ അമ്മയെ യോഹന്നാനെ ഏൽപ്പിക്കുന്ന ഒരു അനുഭവം അല്ലേ. താൻ മരിക്കുകയാണ്, ക്രൂശിൽ മരിക്കുകയാണ്, പക്ഷെ തൻ്റെ വേദന താൻ ഓർത്തില്ല. തൻ്റെ അമ്മയെക്കുറിച്ചുള്ള വേദനയിൽ താൻ ആ ഒരു നോക്കിയാൽ മതി. അപ്പൊ എന്നിട്ട് പൗലോസ് ഇവിടെ പറഞ്ഞത് കർത്താവ് അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു. അപ്പൊ അവനോട് കരുണ ചെയ്ത് ദൈവം അവന് വിടുതൽ കൊടുത്തു. അതുപോലെ തന്നെ പൗലോസിനോടും കരുണ ചെയ്തു. രണ്ടു വിധത്തിലും ദൈവത്തിന് കരുണ തോന്നി. പൗലോസിനോടും കരുണ തോന്നി, എപ്പഫ്രായിത്തോസും കരുണ തോന്നി. അപ്പൊ നമ്മൾ ഈ കരുണ തോന്നി സൗഖ്യമാകുക എന്നൊക്കെ പറയുമ്പോഴേ, രോഗശാന്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുണയാ. ചില രോഗങ്ങൾ സൗഖ്യമായില്ല എന്ന് വരാം അല്ലെ. നമ്മള് തീമത്യൂസിന്റെ ലേഖനത്തിൽ കാണുന്നുണ്ട്, ഞാൻ ത്രോഫിമോസിനെ മിലേത്തിൽ രോഗിയായി വിട്ടേച്ചു പോകുന്നു പറയുന്നുണ്ട്. അപ്പൊ രോഗിയായി വിട്ടേച്ചു പോന്നു. പൗലോസ് സൗഖ്യമാക്കാൻ കഴിവില്ലാത്തവനൊന്നും അല്ലല്ലോ, ദൈവത്തിന്റെ കരുണ ലഭിച്ച രോഗശാന്തി വരമുള്ള പൗലോസാ, മരിച്ചവരെ ഉയർപ്പിച്ച പൗലോസാ. പക്ഷെ എന്തേ സൗഖ്യമാകാഞ്ഞത്? അത് ദൈവത്തിന്റെ കരുണ. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട. രോഗശാന്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ. ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു അസുഖം വന്നു, ദൈവം സൗഖ്യമാക്കി, അടുത്ത പ്രാവശ്യം വരുമ്പം സൗഖ്യമാക്കിയില്ലെന്ന് വരാം. കാരണം അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. അത് ചെയ്യുക എന്നുള്ള ദൈവത്തിന്റെ ഇഷ്ടം. ദൈവത്തിന് കരുണ തോന്നി സൗഖ്യമാക്കും. ചില സാഹചര്യം കൊണ്ട് നമ്മളെ ഇപ്പൊ സൗഖ്യമായില്ലെങ്കിലും സൗഖ്യമായാലും അത് ദൈവത്തിന്റെ മഹത്വം. നമുക്കായി രോഗസൗഖ്യം. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരാളോട് സംസാരിക്കുകയായിരുന്നു, അതെന്താ അങ്ങനെ സംഭവിച്ചത്? അധികം പ്രായമില്ലാത്ത എത്രയോ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കേൾക്കുന്നത്, അധികം പ്രായമില്ലാത്ത ആൾക്കാർ കർത്താവിന്റെ വേലയിലൊക്കെ ശുശ്രൂഷയിലായിരിക്കുന്ന ചെറിയ പ്രായത്തിലുള്ളവര് മരണപ്പെട്ടു പോകുന്നുണ്ട്. ഞാനപ്പോൾ ചോദിച്ചു പോയി, എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പൊ എന്നോട് പറഞ്ഞ സൂസ, അതങ്ങനെയല്ല. ഇപ്പൊ നമുക്കായി രോഗവും സൗഖ്യവും ഒക്കെ പ്രധാനപ്പെട്ട, ദൈവത്തിനതൊന്നും അല്ല. രോഗമായാലും സൗഖ്യമാണെങ്കിലും ദൈവത്തിന് ഒന്ന് തന്നെയാ. ഇപ്പൊ നമ്മൾക്കൊരാൾ വേർപെട്ട് പോകുമ്പോൾ നമുക്ക് വിഷമമുണ്ട്, പക്ഷെ ദൈവത്തിന് അവിടെ സന്തോഷമാണ് അല്ലെ. അപ്പം നമ്മൾ ഈ ലോകത്തിലെ ചെറിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ രോഗവും സൗഖ്യവും മരണവും എല്ലാം നമുക്കത് വലിയ ഇതായി തരുന്നത്. ദൈവത്തിന്റെ കാര്യം ഇപ്പൊ ഒരു ഭക്തന്മാരുടെ മരണം ദൈവത്തിന് പ്രസാദകരമാ, സന്തോഷമാ അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് മരണവും അങ്ങനെയൊന്നും അല്ല. ദൈവം ഓരോ സമയത്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ രോഗസൗഖ്യം എന്നുള്ളത് ദൈവത്തിന്റെ കരുണയാലാണ്. അപ്പൊ അത് പാപത്തിന്റെ ഫലമായിട്ടല്ല രോഗം. ഇവിടെ എപ്പഫ്രായിത്തോസിന്റെ രോഗം അവിടെ ക്രിസ്തുവിന് വേണ്ടി അധ്വാനത്താൽ ഉണ്ടായതാ. പാപത്തിന്റെ ഫലമായി രോഗം ഉണ്ടാകാറുണ്ട്, ബാലശിക്ഷ ദൈവം ചെയ്യാറുണ്ട്, രോഗം ഉണ്ടാകാറുണ്ട്. പക്ഷെ എപ്പഫ്രായിത്തോസിന്റെ രോഗം അങ്ങനെയല്ല. ചിലവർ പറയും, നിൻ ചെയ്തതിന്റെ ഫലമായിട്ടാണ് നിന്റെ രോഗം സൗഖ്യമാകാത്തത്. അങ്ങനെയൊന്നുമല്ല, ദൈവത്തിന്റെ കരുണയാലാണ് രോഗസൗഖ്യം ഉണ്ടാകണേ. എല്ലാ രോഗങ്ങളും സൗഖ്യമാകണമെന്നില്ല. ദൈവം ചില രോഗം സൗഖ്യമാക്കും. കർത്താവ് എന്താ പറയുന്നേ, ലാസറിനെ ഉയർപ്പിച്ചെങ്കിലും ലാസർ വീണ്ടും മരിച്ചു അല്ലേ. മരിച്ചു എന്ന് പറഞ്ഞാൽ
ഉയർപ്പിച്ചാലും മരിക്കണം. കാരണം അങ്ങനെയാണ് നമ്മളിവിടെ അങ്ങനെ ആക്കി വെച്ചേക്കുകയാണ്. നമ്മളെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചപ്പോഴേ ഒരു വിസയും തന്നാ വിട്ടേക്കുന്നത് അല്ലേ. ആ വിസയുടെ കാലാവധി കഴിയുമ്പോൾ അങ്ങ് പോകുന്നതിന്റെ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, വാഹനങ്ങൾ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ആ വാഹനങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ. ചിലപ്പം രോഗമാകാം, ചിലപ്പോൾ ആക്സിഡന്റ് ആകാം, ചിലപ്പോൾ വേറെ വല്ലതും ആകാം അല്ലേ. അപ്പൊ എല്ലാവരും പോകേണ്ടതാ. അപ്പൊ ഇവിടെ ഉം, രോഗം വന്നു. വളരെ പെട്ടെന്ന് സൗഖ്യമായില്ല. അത് ക്രമേണ, കാരണം അവൻ മരിക്കാറോളമായിരുന്നു അപ്പോഴാണ് വന്നത്. അപ്പൊ എല്ലാ രോഗങ്ങളും സൗഖ്യമാകണമെന്നില്ല. എല്ലാ രോഗങ്ങളും പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകണമെന്ന് നിർബന്ധമില്ല. ചിലവർ പറയും ഞാൻ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കിയെന്ന്. വെറുതെയാ. കാരണം ദൈവത്തിന്റെ കരുണ അല്ലേ. ഇവിടെ പൗലോസ് പറയുന്നത് എന്നോടും കരുണ തോന്നി, എപ്പഫ്രാത്തോസിനോടും കരുണ തോന്നി. അപ്പം നമുക്ക് പറയാം എപ്പഫ്രാത്തോസിന്റെ ശുശ്രൂഷ അവസാനിച്ചില്ലായിരുന്നു അല്ലേ. അപ്പൊ എന്നോടും നമ്മെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുമ്പോൾ നമ്മെ ഏൽപ്പിച്ച ഒരു ശുശ്രൂഷ പോലും തികയ്ക്കാതെ നമ്മെ ഈ ലോകത്തുനിന്ന് വിടത്തില്ല. അപ്പം ദൈവം നമ്മെ ഓരോ സ്ഥലത്താക്കി വെച്ചിരിക്കുമ്പോൾ നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ തികയ്ക്കുവാൻ ദൈവം അനുവദിക്കും. അത് ദൈവത്തിന്റെ സമയമാണ്. അപ്പൊ ഇവിടെ പ്രാർത്ഥിച്ച് സൗഖ്യമായെന്നോ നമ്മൾ പ്രാർത്ഥിച്ച് സൗഖ്യമായെന്നോ നമുക്ക് പറയാനായിട്ട് ഒക്കത്തില്ല. ദൈവത്തിന് കരുണ തോന്നി എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് ഒക്കത്തുള്ളൂ. അപ്പം ദൈവത്തിന് കരുണ തോന്നി. ഇവിടെ പറയുന്നത് എനിക്കും എന്നോടും ദൈവത്തിന് കരുണ തോന്നി ആരോടാ? എന്നോട് മാത്രമല്ല അവനോടും കരുണ ചെയ്തു. അവനോടും ദൈവത്തിന് കരുണ തോന്നി, എന്നോടും കരുണ തോന്നി. പൗലോസ് പറയും എന്നോട് കരുണ തോന്നിയതിന് കാരണം എന്താ? എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കാനായിട്ട് എന്നോട് കരുണ തോന്നി എന്ന് പറയുന്നുണ്ട്. സോറോ അപ്പോൺ സോറോ. പൗലോസിന് ഓൾറെഡി ദുഃഖത്തിലാ. എന്താ പൗലോസ് ഓൾറെഡി ദുഃഖത്തിലായത്? താൻ ഓൾറെഡി എന്തുവാ പിന്നെ ചങ്ങലയിലായിരിക്കുക അല്ലേ, തടവറയിലായിരിക്കുക. അത് മറ്റുള്ളവർ ചിന്തയിൽ നോക്കുമ്പോൾ അത് ദുഃഖമാണെങ്കിലും, പക്ഷെ പൗലോസ് പറയുന്ന ആ തടവറയിലും കിടന്ന് ചങ്ങലയിലും ആയിരുന്നിട്ട് പൗലോസ് പറയുന്നത് ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പാനാ പറയുന്നത് അല്ലേ. അപ്പം ദുഃഖത്തിന്മേൽ ദുഃഖമെന്ന് പറയുമ്പം ഓൾറെഡി ചങ്ങലയാണ്. അത്രയുമല്ല, തന്നെ വളരെ സ്നേഹിക്കുന്ന കരുതുകയും ചെയ്യുന്ന ആ സഹോദരൻ രോഗിയായതിനാൽ തനിക്ക് അധികം ദുഃഖമുണ്ടാണ്. അതുമല്ല, തന്നെ ശുശ്രൂഷിക്കാൻ വന്നതുകൊണ്ടാണ് താൻ രോഗിയായി തീർന്നത്. അപ്പം പൗലോസിന് തൻ്റെ ചങ്ങലയേക്കാൾ അധികമായിട്ട്, തൻ്റെ ബുദ്ധിമുട്ടുകളെക്കാൾ അധികമായിട്ട് എപ്പഫ്രാത്തോസിന്റെ രോഗത്താൽ പൗലോസ് വ്യസനിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ഒരു സ്വയപരിത്യാഗിയായിട്ട് തന്നെ ശുശ്രൂഷിക്കാൻ എത്തിയതാണ്. തൻ്റെ ആ എന്താ പറയുന്നത്, നമ്മൾ പറഞ്ഞ ഇനി തൻ്റെ ജീവനെ പോലും അവഗണിച്ചുകൊണ്ട് പൗലോസിന് വേണ്ടി ശുശ്രൂഷിക്കാൻ എത്തിയതാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് പൗലോസ് പറയുക എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കും. കാരണം പൗലോസിനോടുള്ള ശുശ്രൂഷയിലാണ് രോഗിയായി തീർന്നത് എന്നാ എല്ലാവരും പറയുന്നത്. കാരണം നമുക്കറിയത്തില്ല നേരത്തെ രോഗിയായിരുന്നു എന്ന്. ഇപ്പൊ ഇവിടുത്തെ നമ്മൾ വായിക്കുമ്പോൾ കഴിയുന്നത് ഒന്നെങ്കിൽ ആ യാത്ര കൊണ്ട് രോഗിയായി തീർന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം രോഗിയായി തീരുന്നു. അത് പൗലോസിനെ ശുശ്രൂഷിക്കാൻ വന്നതുമുള്ള രോഗമായതുകൊണ്ട് പൗലോസിന് അത് ദുഃഖത്തിന്മേൽ ദുഃഖമാണ്. അത് പൗലോസിന് ദുഃഖത്തിന് കാരണമായി. അപ്പൊ പൗലോസിനോടും എപ്പഫ്രാത്തോസിനോടും കരുണ ചെയ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ കാണാനായിട്ട് കഴിയുന്ന ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ സുഖ ദുഃഖ സമ്മിശ്രമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ ദൈവം അത് വെച്ചേക്കുക അല്ലേ. അത് നമുക്കത് വെച്ചേക്കുന്ന ദൈവത്തിന്റെ ആ ഒരു മുൻ നിർണയത്തില് പരമാധികാരത്തിന്റെ ഇടയിൽ ഉള്ളതാണ്. പൗലോസ് ആണെങ്കിൽ നമുക്കറിയാം 2 കൊരിന്ത്യർ 6:10 ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നു, ദരിദ്രരെങ്കിലും പലവരെയും സമ്പന്നരാക്കുന്നു, ഒന്നും ഇല്ലാത്തവരെങ്കിലും കൈവശമുള്ളവരായി തന്നെ. അപ്പൊ എപ്പോഴും ക്രിസ്തീയ ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. അത് നമ്മുടെ ജീവിതത്തിലെല്ലാം ദൈവം അനുവദിച്ചതാണ്. അത് സന്തോഷത്തോടെ ആയിരിക്കാൻ പൗലോസ് ചങ്ങലിലായിരിക്കും പറയുന്നത് എപ്പോഴും സന്തോഷിപ്പിൻ, എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് പറയുന്നത് പോലെ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നമ്മൾ പറഞ്ഞത് അവൻ ദീനം പിടിച്ചു മരിപ്പാറായിരുന്നു, എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു എന്ന് പറയുന്നുണ്ട്. 28-ാമത്തെ വാക്യം.
ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിപ്പാനും എനിക്ക് ദുഃഖം കുറവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും സന്തോഷിക്കണം. കാരണം അവൻ അസുഖമായെന്ന് കേട്ടപ്പോൾ അവർക്ക് ദുഃഖമുണ്ട്. അവര് കേട്ടത് കൊണ്ട് ഫിലിപ്പോസിന് എപ്പഫ്രാത്തോസിന് ദുഃഖമുണ്ട്. അതുപോലെ തന്നെ പൗലോസിനും ദുഃഖമുണ്ട്. ഇപ്പൊ എപ്പഫ്രാത്തോസിന് രോഗം ആരെയൊക്കെ ദുഃഖത്തിലാക്കി? ഫിലിപ്പിനെ ദുഃഖത്തിലാക്കി, എപ്പഫ്രാത്തോസിനെ ദുഃഖത്തിലാക്കി, അതുപോലെ പൗലോസിനെ ദുഃഖത്തിലാക്കി. എന്നിട്ട് അവനെ ആകയാൽ അവനെ നിങ്ങൾ വീണ്ടും കണ്ട് സന്തോഷിപ്പാനും അവൻ രോഗം സൗഖ്യമായതിനാൽ ദൈവത്തിന് അവനോട് കരുണ തോന്നിയതിനാൽ ദൈവത്തിന് എന്നോടും കരുണ തോന്നിയതിനാൽ അവന് രോഗം സൗഖ്യമായി അവനെ ഞാൻ തിരിച്ചു അയക്കുന്നു. അപ്പൊ നിങ്ങൾ വീണ്ടും കണ്ടവനെ സന്തോഷിക്കണം. അപ്പൊ ഈ പൗലോസ് അവനെ തിരിച്ചയക്കുന്നതിന്റെ രണ്ട് ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞാല് അവനെ നിങ്ങൾ വീണ്ടും കണ്ട് സന്തോഷിക്കണം. രണ്ട്, പൗലോസിന്റെ ദുഃഖം കുറയണം. ചെറിയ വാക്യങ്ങളാണെങ്കിൽ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. അപ്പം ഇത് പൗലോസ് അവനെ തിരിച്ചയക്കാനായിട്ട് കാരണം പൗലോസിന്റെ ലക്ഷ്യങ്ങൾ അവനെ വീണ്ടും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പൗലോസിന് എപ്പഫ്രാത്തോസിന്റെ ശുശ്രൂഷ ആവശ്യമായിരുന്നു. വേണമെങ്കിൽ എപ്പഫ്രാത്തോസിനെ അവിടെ നിർത്താമായിരുന്നു. പക്ഷെ ഫിലിപ്പിയുടെ ദുഃഖം കുറയണം. അതുകൊണ്ട് അവനെ കണ്ട് സന്തോഷിക്കണം. അവനെ നിങ്ങൾ വീണ്ടും കണ്ട് സന്തോഷിക്കണം. രണ്ടാമത്, പോളിന്റെ ദുഃഖം കുറയണം. എന്റെ ദുഃഖം കുറവാനും ഞാൻ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. ഫിലിപ്പിയ സഭ ദുഃഖിച്ചു എപ്പഫ്രാത്തോസിന്റെ രോഗത്തിൽ. കാരണം അവരയച്ചതാണ്. അതുപോലെ അവർക്ക് ഭയപ്പാടും കാണുമായിരിക്കും. കാരണം എപ്പഫ്രാത്തോസ് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അയച്ചത് തന്നെ കൊണ്ട് പൗലോസിന് പ്രയോജനകരമായോ എന്നും അവർക്ക് ചിന്തയുണ്ടായി കാണും. കാരണം മരിപ്പാറായിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഒരാളെ ശുശ്രൂഷിക്കുന്നത്, അല്ലേ? അപ്പം രോഗത്തിലായതിന് വിഷമമുണ്ട്. അതുപോലെ തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ അല്ലെ പൗലോസിനെ അവരുടെ പ്രതിനിധിയായത് അയച്ചതാ, അല്ലേ? അവരെ പോകുന്നതിന് പകരമായിട്ട് അയച്ചതാ. അപ്പം പൗലോസിനെ ശുശ്രൂഷിക്കാൻ കഴിഞ്ഞു എന്നുള്ള വിഷമം. അതുമല്ല, എങ്ങനെയാ പോയിരിക്കുന്നത്? പണവുമായിട്ടാ പോയിരിക്കുന്നത്, അല്ലേ? ആ യാത്രയിലൊക്കെ ഇത്രയും ദൂരം സംഭവിച്ച് പണമായിട്ടൊക്കെ പോയപ്പോൾ അതൊക്കെ എത്തിയോ എന്നൊക്കെ ഒരു വിഷമമൊക്കെ ഉണ്ട്. കാരണം നഷ്ടപ്പെടാം, എങ്ങനെയാ രോഗിയായെന്ന് അറിയത്തില്ല. കാരണം നമുക്ക് ഇപ്പോഴാണെങ്കിൽ ഫോൺ വിളിച്ച് പറയാം, അല്ലേ? ഇപ്പൊ ഇവിടെ നമ്മള് നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും സംഭവം സംഭവിച്ചാൽ ഇവിടെ പെട്ടെന്ന് അറിയും, അല്ലേ? 1 മിനിറ്റ് കൊണ്ടല്ലേ 5 മിനിറ്റിനകം നമ്മൾ കാര്യങ്ങളൊക്കെ അറിയും. ഇവിടെ സംഭവിച്ചാൽ അവിടെ പെട്ടെന്ന് അറിയാം. പക്ഷെ ഇത് ഒരു ലേഖനം, ഇതിനിപ്പം എത്ര നാളാ പൗലോസും എൻ്റെ അടുത്ത് എപ്പഫ്രാത്തോസ് വന്നെന്ന് അറിയത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഫിലിപ്പിന് ലേഖനം എഴുതിയെന്ന് അറിയത്തില്ല. ആരും പോയി പറയാനായിട്ടൊന്നുമില്ല. പക്ഷെ എങ്ങനെയോ അറിഞ്ഞു. പക്ഷെ അത് എൻ്റെ കാരണമൊന്നും അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് അവർ വിഷമിച്ചിരിക്കുകയാണ്. അപ്പം പല കാരണവും. അതുകൊണ്ട് അവർ ദുഃഖിച്ചിരിക്കുന്നു. അവർ വിചാരിച്ചു കാണും ഇപ്പം ഞങ്ങൾ അയച്ചത് കൊണ്ടാണ് അവന് അസുഖമായി തീർന്നത്, അപ്പം ഞങ്ങളുടെ പ്രശ്നം കൂടാണ്. അതുപോലെ അവനെ ഏൽപ്പിച്ച ശുശ്രൂഷ അവന് നിവർത്തിച്ചോ എന്നുള്ള ഇതായിട്ടാണ്. അപ്പം എന്നിട്ട് പറയുന്നത് എൻ്റെ ദുഃഖം കുറവാനുമായി. അപ്പം പോളിനും ദുഃഖം ഉണ്ടായിരുന്നു. ആ രോഗത്തെക്കുറിച്ചുള്ള ദുഃഖം ഉണ്ടായിരുന്നു. കാരണം അവന് മരിച്ചു പോകുമോ എന്നൊരു ദുഃഖം ഉണ്ടായിരുന്നു. തൻ്റെ അടുത്ത് എത്തിയപ്പോഴാ മരിച്ചു പോകുമെന്ന് ദുഃഖം ഉണ്ടായതല്ലേ. അതുപോലെ തന്നെ ഫിലിപ്പിയ സഭ എപ്പഫ്രാസിന്റെ നിമിത്തം ദുഃഖിക്കുമോ എന്നുള്ള വ്യതയും പൗലോസിനുണ്ടായിരുന്നു. ഇത് ആകെ ദുഃഖമായല്ലേ. ഒരു ഇടയന്റെ ഹൃദയമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. രണ്ട് കാര്യങ്ങൾ പിന്നെയും പറയുന്നു. അവനെ തിരിച്ചയക്കുന്നതിനാൽ നിങ്ങൾ അവനെ കണ്ട് സന്തോഷിക്കും. അതുപോലെ തന്നെ ഫിലിപ്പിയർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ പൗലോസിന്റെ ദുഃഖം കുറയും. പിന്നെ ഒരു ചെറിയ വാക്യമാണെങ്കിലും അതിനകത്ത് കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ട്. അപ്പം പോളിന്റെ ദുഃഖം കുറയണം, എപ്പഫ്രാത്തോസിന്റെ ദുഃഖം കുറയണം, സന്തോഷം വർദ്ധിക്കണം. അതുപോലെ തന്നെ ഫിലിപ്പിയരുടെ ദുഃഖവും കുറയണം. അപ്പം എപ്പഫ്രാത്തോസിനെ തിരിച്ചയക്കുമ്പോൾ അവര് കണ്ട് സന്തോഷിക്കും, എപ്പഫ്രാത്തോസ് സന്തോഷിക്കും. അതുമ്പോൾ ഇവരെല്ലാവരും സന്തോഷിക്കുക കാണുമ്പോൾ പൗലോസിനും സന്തോഷമായി തീരും. അപ്പം ഫിലിപ്പിയുടെ വ്യാകുലത മാറി എന്ന് അറിയുമ്പോൾ തന്നെ പൗലോസിന് സമാധാനം കിട്ടും.
ഓക്കെ. നമുക്കറിയാം ഒരു ശരീരത്തിന്റെ ഒരവയവം ദുഃഖിച്ചാൽ മറ്റവയവങ്ങളോടെല്ലാം ദുഃഖിക്കും. അതുകൊണ്ട് ആ ഒരു ക്രിസ്തീയ ഒരു സ്നേഹത്തിന്റെ മാതൃകയും നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. ഇവിടെ പറയുന്നത്, ആകയാൽ നിങ്ങൾ അവനെ കണ്ട് സന്തോഷിപ്പാനും എൻ്റെ ദുഃഖം കുറവാനും ഞാൻ അവനെ എങ്ങനെയാ അയച്ചേക്കുന്നത്? അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. ചെറിയ ചെറിയ വേർഡാണെങ്കിലും ഭയങ്കര അർത്ഥസമ്പൂർണമാണ്. അധികം ജാഗ്രതയോടെ എന്ന് വെച്ചാൽ കൂടുതൽ തീഷ്ണതയോടെ, വെറും ശ്രദ്ധയോടെ, ബദ്ധപ്പാടോടെ, അതുപോലെ തന്നെ താമസിയാതെ അയച്ചു എന്നുള്ള അർത്ഥവുമുണ്ട്. അപ്പം വേഗത്തിൽ ഫിലിപ്പിയരുടെ ദുഃഖം മാറണം. അതുപോലെ ശ്രദ്ധയോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ യാത്രയിലായിരിക്കാം, ചിലപ്പം രോഗിയായിത്തീർന്നു. അപ്പം തിരിച്ചയക്കുമ്പോൾ അതിലും ശ്രദ്ധയോടെ, അവരയച്ചതിനേക്കാളും ശ്രദ്ധയോടെ അയക്കണം. അവൻ രോഗമായി, ഇനിയും രോഗമായി തീർന്നു, അവൻ മരിക്കാറായ രോഗമായി. രോഗം മാറിയെങ്കിലും ചിലപ്പം പൂർണ്ണ ആരോഗ്യം കിട്ടി കാണത്തില്ല. ആ അവസ്ഥയിൽ നമ്മൾ ഒരാളെ എവിടെയെങ്കിലും അയക്കുമ്പം നമ്മൾ പിന്നെ എന്തൊക്കെ നമ്മുടെ മക്കളെയൊക്കെ ആണല്ലോ അയക്കുമ്പം, അപ്പം ജോലിയുള്ളവരുടെ കാര്യമല്ല, അങ്ങനെ അയക്കുമ്പം നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, അല്ലെ നമ്മൾ ആരെങ്കിലും അയക്കും, ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, വഴിയിലുള്ള ചെലവ് കൊടുക്കും, അവർ സുഖമായിട്ടിരിക്കുന്നു നോക്കും, പല പ്രാവശ്യം വിളിച്ച് ചോദിക്കും, അല്ലേ? അങ്ങനെയല്ല, എത്രത്തോളം യാത്ര, ചിലപ്പോൾ മാസങ്ങളെടുത്തുള്ള യാത്രയായിരിക്കും. അപ്പോൾ അതിന് വഴിയിൽ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൊടുത്ത് അവൻ ഇനിയും രോഗിയാകരുത്, അധികം ശ്രദ്ധയോടെ, അധികം ജാഗ്രതയോടെ അവനെ അയച്ചിരിക്കുന്നു. സമയമെടുക്കുന്ന യാത്രകൾ ചിലപ്പോൾ ചില മാസങ്ങൾ എടുക്കുമായിരിക്കും, പക്ഷെ അങ്ങനെ അയച്ചു. കാരണം ഫിലിപ്പിയരും ഇവനെക്കുറിച്ച്, എപ്പഫ്രാത്തിനെ കുറിച്ച് വിഷമിച്ചിരിക്കുന്നു. അവരുടെ ദുഃഖവും പെട്ടെന്ന് മാറണം, കാരണം താമസിയാതെ അയക്കണം. അങ്ങനെയാണ് അയക്കുന്നത്. നല്ല കെയർഫുൾ ആയിട്ട് അയച്ചു. സേഫായിട്ട് മടക്കയാത്രയിൽ എത്തിച്ചേരണം. തിരിച്ച് അങ്ങോട്ട് വന്നപ്പോൾ രോഗിയായിരുന്നു, തിരിച്ച് സേഫായിട്ട് എത്തിച്ചേരണം. അപ്പം പൗലോസിന്റെ ഹൃദയം നമുക്കിവിടെ കാണാം. തൻ്റെ ചങ്ങലകളേക്കാൾ അധികമായി സഹോദരന്റെ ആ സേഫ്റ്റിയും അല്ലെങ്കിൽ ആ സന്തോഷത്തോടെ എത്തുവാനുള്ള ഒരു ഇത് കാണുന്നത്. നമ്മൾ രണ്ടാം അധ്യായത്തിന്റെ 4-ാം വാക്യം കാണുന്നുണ്ട്, ഒരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ അന്വേഷിക്കണം. അപ്പം പൗലോസും എപ്പഫ്രാത്തൂസും സെയിം ആ ഒരു മനസ്സോടെയാണ് പോകുന്നത്. തനിക്ക് മരിക്കാറായിരുന്നു, എന്തിനും പൗലോസിനെ ശുശ്രൂഷ ചെയ്ത് ഇവിടെ ചങ്ങല ഉണ്ടായിട്ടും എപ്പഫ്രാത്തൂസിനെ കുറിച്ചും അതുപോലെ ഫിലിപ്പിനെ കുറിച്ചുള്ള ആ വലിയ ചിന്ത പൗലോസിന് ഉണ്ടായിരുന്നു. പൗലോസിന്റെ സെൽഫ്ലെസ്നെസ്സിനെ ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ. അത് പറയുന്നുണ്ട്, ദിവസേന എനിക്ക് സകല സഭകളെ കുറിച്ചുള്ള ചിന്താഭാരം, സകല സഹോദരന്മാരെ കുറിച്ചുള്ള നമുക്ക് അതിനകത്ത് കൂട്ടാം, സഹോദരന്മാരെ കുറിച്ചുള്ള ചിന്താഭാരമൊക്കെ പൗലോസിന് ഉണ്ട്. ഓക്കെ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നല്ലേ, എപ്പഫ്രാത്തോസ് ചിലപ്പം അവിടെ പൗലോസിനെ ശുശ്രൂഷിച്ചു കൊണ്ട് നിൽക്കുന്ന എപ്പഫ്രാത്തോസിന് ഇഷ്ടമായിരുന്നായിരിക്കാം. കാരണം പൗലോസിനെ ശുശ്രൂഷിക്കുന്ന എല്ലാവർക്കും താല്പര്യമാണല്ലോ. അപ്പം അങ്ങനെ പക്ഷെ എപ്പഫ്രാത്തോസ് എന്തോ ചെയ്തെന്നറിയാമോ? പൗലോസിൻ പറഞ്ഞു തിരിച്ചു പോകാൻ പറഞ്ഞപ്പോൾ തൻ്റെ ആഗ്രഹം പൗലോസിനെ ശുശ്രൂഷിക്കുന്നതാ. പക്ഷേ അത് അപ്പോൾ ചെയ്യാതെ പൗലോസ് പറയുന്നതിനെ അനുസരിച്ച് സബ്മിറ്റ് ചെയ്ത് പൗലോസിനെ അനുസരിക്കുന്ന എപ്പഫ്രാത്തോസിന്റെ ഹൃദയം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ പറയാം, സബ്മിസീവ്ലി ഈൽഡ്, അനുസരണയുള്ള ഒരു മകനെ പോലെ പൗലോസിനെ അനുസരിക്കുകയും തിരിച്ചു പോകുവാൻ തയ്യാറാകുകയും ചെയ്യുന്ന എപ്പഫ്രാത്തോസിന്റെ ഹൃദയം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം അയാൾ, നിങ്ങൾ അവനെ കണ്ട് സന്തോഷിക്കണം, എൻ്റെ ദുഃഖം കുറയണം എന്നതിന് ഞാൻ അവനെ അധികം ജാഗ്രതയോടെ, അവൻ ഇനിയും രോഗമൊന്നും വരരുത്, അവൻ സേഫായിട്ട് അവിടെ എത്തിച്ചേർന്ന് ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. ഇനി 29, അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുവിൻ. റിസീവ് ഹിം ഇൻ ദി ലോർഡ് വിത്ത് ഓൾ ജോയ്. ഒരു സാധാരണ മനുഷ്യനെ സ്വീകരിക്കുന്നത് പോലെയല്ല, കർത്താവിൻ്റെ ദാസൻ എന്ന പേരിൽ, ക്രിസ്തുവിൻ്റെ പേരിൽ സ്വീകരിക്കുക. ക്രിസ്തുവിൻ്റെ വേലയിലായിരിക്കുകയാണ്, അത് ക്രിസ്തുവിൻ്റെ ഒരു ശുശ്രൂഷകനെ പോലെ അവനെ ശുശ്രൂഷിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇതുവരെ അവനെ കരുതിയതിനേക്കാളും, എങ്ങനെ കരുതിയെന്നൊന്നും പറയുന്നില്ല, പക്ഷെ നിങ്ങൾ ഇതുവരെ അവനെ കരുതിയതിനേക്കാളും അധികമായി അവനെ കരുതുക. നമുക്കറിയാം, പൗലോസിനറിയാം, പൗലോസ് താൻ ചെയ്യുന്ന ക്രിസ്തുവിന്റെ ശുശ്രൂഷ ചെയ്യുന്നവനാണ്. ക്രിസ്തുവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് വലിയൊരു ശുശ്രൂഷയാണ്. പൗലോസ് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കരുണ ലഭിച്ചിട്ട് എനിക്ക് ശുശ്രൂഷ ഉണ്ടാകിയാൽ
ഞാൻ സന്തോഷിക്കുന്നു അല്ലേ, ആ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കരുണ ലഭിച്ചിട്ടാണ് ഈ ശുശ്രൂഷ ഉണ്ടാകുന്നത്. ക്രിസ്തുവിനുള്ള ശുശ്രൂഷ നമ്മൾ എന്താ പറയുന്നത്, ദൈവം അനുവദിക്കുന്നതാ. അത് ദൈവത്തിന്റെ കൃപയാലാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പറയാം, കർത്താവെ, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ആ വചനവുമായിട്ട് നിൽപ്പാൻ ദൈവം കൃപ തന്നല്ലോ എന്ന്. നമ്മൾ കൂടുതൽ വചനവും പഠിക്കുമ്പോഴാണ് നമുക്ക് ആ വചനത്തിന്റെ ആ ഒരു എന്താ സൗരഭ്യം മനസ്സിലാക്കാൻ ഒക്കുന്നത്. ആ സ്വർഗത്ത് നമ്മൾ ഈ പറയുന്ന വചനം, നമ്മൾ പഠിക്കുന്ന വചനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന വചനം. ഈ ഭൂമിയിലെ ഒരു പഠിപ്പിക്കുകയോ ഒരു പ്രസംഗിക്കുകയോ ആളിനെ കുറിച്ച് അല്ല. നമ്മൾ സ്വർഗീയ വചനം കൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലേ. ആ സ്വർഗീയ വചനം സംസാരിക്കാൻ എനിക്ക് എപ്പോഴും ചിലപ്പോഴൊക്കെ ഇങ്ങനെ തോന്നാറുണ്ട്, കർത്താവെ, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനവുമായിട്ടായിരിക്കാനല്ലേ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. അത് പഠിക്കാനായിട്ട് നമുക്ക് അവസരം തന്നേക്കും. അത് പഠിപ്പിക്കാനായിട്ട് നമുക്ക് അവസരം തരും. പഠിപ്പിക്കുന്ന അല്ലെങ്കിലും നാം മറ്റുള്ളവരോട് ആ വചനം പറയുന്നത് തന്നെ, മറ്റുള്ളവരെ ആ വചനത്താൽ ആശ്വസിപ്പിക്കുന്നത് തന്നെ നമ്മൾ ദൈവത്തിന്റെ നാവായിട്ട് നിൽക്കുകയാണ്. അത് തന്നെ ഒരു വലിയ ശുശ്രൂഷയാണ്. ചെറിയ വചനം പഠിപ്പിക്കുന്നത് മാത്രമല്ല ശുശ്രൂഷ, മറ്റുള്ളവർക്ക് ഒരു ഒരു സന്തോഷമായിട്ടിരിക്കുക ദൈവത്തിന്റെ വചനത്താൽ. നമ്മുടെ വാക്കുകളാൽ ആർക്കും ആശ്വാസം ലഭിക്കാനൊന്നും ഒക്കത്തില്ല. അത് ദൈവത്തിന്റെ വാക്കുകളാൽ, ദൈവത്തിന്റെ വചനത്താൽ നാം മറ്റുള്ളവരെ ആശ്വസിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഒരാളോട് വചനം പറയുമ്പോഴോ അല്ലെ ആരോടെങ്കിലും സമാധാനിപ്പിക്കുമ്പോഴോ നാം ദൈവത്തിന്റെ നാവായി നിൽക്കുകയാ ചെയ്യുന്നത്. വെറുതെ അല്ല, ഇത് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നതാ. ഇത് ഒരിക്കലും നശിച്ചു പോകാത്ത ജീവന്റെ വചനവുമായിട്ടാണ് നാം നിൽക്കുന്നത് അല്ലെ. അപ്പം പൗലോസ് പറയുന്നില്ല, കരുണ ലഭിച്ചിട്ട്. അതുകൊണ്ട് അവനെ ക്രിസ്തുവിൽ, അവൻ ക്രിസ്തുവിന്റെ വേലയിലായിരിക്കുകയാണ്. അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടുകൂടെ, എന്നെ പോലെ തന്നെ, ഇപ്പൊ തിമോത്തിയോസിനെ കുറിച്ച് പറഞ്ഞതുപോലെ എന്നെ പോലെ തന്നെ അവൻ കർത്താവിന്റെ വേല ചെയ്യുന്നുവല്ലോ, അതുപോലെ തന്നെ എപ്പഫ്രാത്തൂസും ക്രിസ്തുവിന്റെ വേല ചെയ്യുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, പലരെയും നാം കാണുന്നതും സഹോദരങ്ങളെ ക്രിസ്തുവുള്ള സഹോദരങ്ങളെ കാണുന്നതൊക്കെ എല്ലാവരെയും നമ്മൾ കാണുന്നുണ്ട്, വലിയ സന്തോഷത്തോടെ കാണുന്നത്. പക്ഷേ നാം ദൈവദാസന്മാരെയോ വചനം ശുശ്രൂഷിക്കുന്നവരെയോ കാണുമ്പോൾ അവരോടുള്ളൊരു ബഹുമാനം പ്രത്യേകമല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാ. കാരണം നമ്മുടെ ആളിന്റെ പ്രത്യേകത കൊണ്ടല്ല, നമ്മൾ ക്രിസ്തുവിലായിരിക്കുന്നതിന്റെ, ക്രിസ്തുവിന്റെ വചനം കൊണ്ടായിരിക്കുന്നത് കൊണ്ടാണ് അവരെ ശുശ്രൂഷിക്കുന്നത്. ദൈവം അവരെ ഏൽപ്പിച്ചൊരു ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ടാ. ഇപ്പൊ നമുക്ക് അച്ഛന്മാരാണേലും കുപ്പായമിട്ടവരാ, അവര് അതിനെ മാനിക്കുക ചെയ്യുന്നത് അല്ലേ. നമ്മൾ എല്ലാവരെയും ഒരു പാസ്റ്റർ ആണേലും ഒരു അച്ഛനാണേലും ദൈവം അവരെ ഏൽപ്പിച്ച ശുശ്രൂഷയെ മാനിക്കുക. നമ്മൾ പറയാം അധികാരസ്ഥങ്ങളിൽ ഇരിക്കുന്നവരെ മാനിക്കുക എന്ന് പറയുന്നത്, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയെ നാം മാനിക്കുക ചെയ്യുന്നത്. അവരുടെ ചിലപ്പം പറയാം അവരുടെ ആ മനുഷ്യനെന്ന രീതിയിലായിരിക്കില്ല. പക്ഷെ എന്നെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ എനിക്കാക്കി വെച്ചിരിക്കുമ്പോൾ ആ രീതിയിൽ നമ്മെ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ കരുതുന്നുണ്ട് അല്ലെ. ഒരു വ്യക്തി എന്ന നിലയിലല്ല, കർത്താവിന്റെ ശുശ്രൂഷക്കാരൻ അല്ലെങ്കിൽ ശുശ്രൂഷക്കാരത്തി എന്ന നിലയിൽ ആ ഒരു പ്രത്യേക. കാരണം നിങ്ങളുടെ ഒരു മെസ്സഞ്ചർ ആണെങ്കിലും ഇപ്പോൾ അവനെ കരുതേണ്ട ക്രിസ്തുവിൽ എന്നെ പോലെ തന്നെ ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നൊരു കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ. നമ്മള് റോമാലേഖനം പൗലോസ് എഴുതി കൊടുക്കുന്ന ഫേബ എന്ന ശുശ്രൂഷക്കാരത്തെ, ഒരു സ്ത്രീയാണ്. അന്നത്തെ കാലത്ത് സ്ത്രീകളെ ബഹുമാനിക്കാതിരിക്കുന്ന ഒരു സമയത്ത് പൗലോസ് എഴുതുക, കർത്താവിൽ വിശുദ്ധന്മാർക്ക് യോഗ്യമാവണം അവളെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞിട്ട്. ഇന്ന് വായിക്കാം. നമ്മൾ പല ഭാഗങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് വചനത്തിന്റെ ആഴമായ, നമ്മൾ ചിലപ്പം വായിച്ചു പോകുമ്പോഴോ കാണാതെ പഠിച്ചു പോകുമ്പോൾ നമുക്കത് മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല. വായിക്കാം. നമ്മുടെ ഒരു സ്ത്രീയെ കുറിച്ചാണ് പറയുന്നത്. അന്നത്തെ കാലത്ത് സ്ത്രീക്ക് യാതൊരു ബഹുമാനവും ഇല്ലായിരുന്നൊരവസ്ഥ. റോമാലേഖനം 16:1-2. നമ്മുടെ സഹോദരിയും കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരിത്തിയുമായ ഫേബയെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാവണ്ണം കർത്താവിന്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏതു കാര്യത്തിലും സഹായിക്കണമെന്ന് ഞാൻ നിങ്ങളെ പരമേൽപ്പിക്കുന്ന ഒരു കൽപ്പനയാണ് അല്ലെ. ആ ശുശ്രൂഷകരെ കൈക്കൊള്ളുക എന്ന്, ദൈവത്തിന്റെ ശുശ്രൂഷ ഏറ്റിരിക്കുന്ന കർത്താവിൽ കൈക്കൊള്ളുക. ഇവിടെ പറഞ്ഞ പൂർണ്ണ സന്തോഷത്തോടെ, ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ. കാരണം അവൻ മരിക്കാതെ തിരിച്ചു വന്നു.
അല്ലേ? അതിലും സന്തോഷിക്കണം. അതുപോലെ തന്നെ അവൻ കർത്താവിന് അവനെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്തു. അതുകൊണ്ട് നീ അവരെ കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ, മനസ്സില്ലാ മനസ്സോടൊന്നുമല്ല, പകുതി ഹൃദയത്തോടൊന്നുമല്ല, പൂർണ്ണ ഹൃദയത്തോടെ കൈക്കൊള്ളുക, കൈക്കൊള്ളുവീൻ, സ്വീകരിക്കുക, ആലിംഗനം ചെയ്യുക എന്ന്, അല്ലെങ്കിൽ ബഹുമാനിക്കുക എന്നർത്ഥം. അപ്പൊ ഇങ്ങനെയുള്ളവരെ ബഹുമാനിക്കണം. ബഹുമാനിക്കണമെന്ന് പറയുമ്പോൾ പരസ്യമായി അവരെ അംഗീകരിക്കുക. അപ്പൊ എപ്പഫ്രായിത്തോസ് നെ ക്രിസ്തുവിന് ദാസനായി നിൽക്കുന്ന ക്രിസ്തുവിനെ പോലെ അവനെ മാനിക്കുക. ക്രിസ്തുവിന് വേണ്ടി ജീവൻ പണയം വെക്കുന്നവരെ എല്ലാവരെയും മാനിക്കണം, അല്ലെ? നമ്മൾ തിമത്തിയോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, മൂപ്പന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, നന്നായി അധ്വാനിക്കുന്ന മൂപ്പന്മാരെ എന്നാ പറയുന്നത്. കള്ള ഉപദേഷ്ടാക്കന്മാരെ കുറിച്ചൊന്നും അല്ല പറയുന്നത്, നന്നായി വചനം പഠിപ്പിക്കും. വായിച്ചു പോകാം. 1 തീമോഥെയോസ് 5:17-18 വാക്യങ്ങൾ. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടിമാനത്തിന് യോഗ്യമായി എണ്ണുക. സാധാരണ വിശ്വാസിയേക്കാൾ അധികമായി ഇരട്ടിമാനത്തിന് യോഗ്യമായി എണ്ണുക. വധിക്കുന്ന കാളയ്ക്ക് മൂക്കൊട്ട കിട്ടട്ടെ എന്ന് തിരുവെഴുത്ത് പറയുന്ന വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനെന്നുമുണ്ടല്ലോ. തെസ്സലോനിക്ക ലേഖനത്തിലും പറയുന്നുണ്ടെന്ന് വായിച്ചു പോകാം. 1 തെസ്സലോനിക്കർ 5:12-13. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അപ്പം ശുശ്രൂഷകന്മാരെയും ഇരട്ടിമാനത്തിന് യോഗ്യരായി എണ്ണുക. അവരെ ആ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷക്കാരെ അവരെ മാനിക്കുക, അവരെ ബഹുമാനിക്കുക എന്നാണ് അർത്ഥം. വ്യക്തിപരമായ ഇഷ്ടമോ അനിഷ്ടമോ ഒന്നും നോക്കാതെ ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഒരു അവയവങ്ങളെ പോലെ സ്വീകരിക്കുക. ഇവിടെ പ്രത്യേകിച്ച് ത്യാഗം ചെയ്ത് ദൈവവേല ചെയ്ത് മടങ്ങി വരുന്ന എപ്പഫ്രാത്തോസിനെ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുക. അതുപോലെ അവനെ സ്വീകരിക്കുക, അവനെ പൗരസ്യമായി അംഗീകരിക്കുകയും വേണുക. അവനെ അല്ലെ ബഹുമാനിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് 30-ാമത്തെ വാക്യത്തിൽ പറയുന്നു. 30-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എനിക്കു വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിന്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയത്. ക്രിസ്തുവിൽ അവനെ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളണം. എന്തുകൊണ്ടാ? എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിന്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയത്. അവിടെ ബഹുമാനിക്കാനുള്ള 2 കാരണങ്ങൾ. അവന് നിങ്ങൾക്ക് പകരമായി എനിക്ക് വേല ചെയ്തു. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയി. അപ്പൊ ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്ന അവസ്ഥ പോലും ആയിത്തീർന്നു. അപ്പൊ ഇനി എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഞാൻ പറഞ്ഞതുപോലെ 700 മൈൽ യാത്ര ചെയ്ത് ഫിലിപ്പിയരിൽ കുറച്ചു പേർക്കോ അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ വന്ന് പൗലോസിനെ ശുശ്രൂഷിക്കാനായിട്ട് കഴിയത്തില്ല, അല്ലെ? അതുകൊണ്ട് അവരുടെ പ്രതിനിധിയായി എപ്പഫ്രായിത്തോസിനെ അയച്ച. അപ്പൊ എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷ, നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് എന്നെ ശുശ്രൂഷിപ്പാൻ ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും കുറവ് തീർക്കാൻ നിങ്ങൾ അവനെ ആക്കി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നേരിട്ട് വന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് അവൻ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയുള്ള സഭ മുഴുവനായി ചെയ്യാൻ ആഗ്രഹിച്ചത് ആ സഭയുടെ റെപ്രസെന്റേറ്റീവായിട്ട് വന്ന് അവർക്ക് ചെയ്തു. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനും, അതുപോലെ തന്നെ തൻ്റെ പ്രാണനെ പോലും കരുതാതെ ഒരു റിസ്ക് എടുത്താണ് ഇവിടെ വന്നത്. സ്വന്തം ജീവനേക്കാൾ അധികമായി ക്രിസ്തുവിന്റെ വേലയെയും ക്രിസ്തുവിന്റെ ബദ്ധനായ പൗലോസിനെയും ശുശ്രൂഷിക്കാനായിട്ട് ഇടയായി തീർന്നു. നമ്മള് ത്രോഫിമോസ് എന്ന് തോന്നുന്നു, തിമത്തിയോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, തെഹിക്കോസിനാണെന്ന് തോന്നുന്നു, വിട്ടുപോയി. ഇനി അവിടെ ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്, അവൻ എൻ്റെ ചങ്ങലയെ കുറിച്ച് പേടിക്കാതെ അല്ലെങ്കിൽ ലജ്ജിക്കാതെ ഞാൻ റോമയിലായ ഉടനെ എന്നെ തേടി അന്വേഷിച്ചെന്നാ പറയുന്നത്. തടവിലായിരിക്കുന്ന ഒരാളെ തേടി ഒനേസിഫോരസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഒനേസിഫോരസ് പൗലോസിന്റെ ചങ്ങലയെ കുറിച്ച് ലജ്ജിക്കാതെ, നമുക്കറിയാം
ആം, തടവിലായിരിക്കുന്ന ഒരാളെ പോയി കാണാനൊന്നും ആരും ആഗ്രഹിക്കുന്നില്ല. കാരണം വിചാരണ കഴിയുന്നതുവരെ അറിയത്തില്ല അവൻ കള്ളനാണോ നീതിമാനാണോ എന്നല്ലേ. അപ്പം തടവിലായിരിക്കുന്നവരെ പോയി കാണുക എന്ന് പറഞ്ഞാൽ ലജ്ജിക്കുന്ന ഒരു സംഗതി. അപ്പം അവിടെ പറയുന്നുണ്ട്, അവൻ എൻ്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ, അവനിപ്പം നമുക്കും നമ്മളുടെ ഒരാള് നമ്മളുടെ ഒരു സ്നേഹിതനോ അല്ലെങ്കിൽ ഒരു ബന്ധുവോ ജയിലിലാന്ന് പറയുമ്പോൾ നമുക്ക് അവരെക്കുറിച്ച് പറയാൻ തന്നെ ഒരു ബുദ്ധിമുട്ടായല്ലേ. പക്ഷെ ഇവിടെ പറയുന്നുണ്ട്, അവൻ എൻ്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ, ഞാൻ റോമയിൽ എത്തിയ ഉടനെ ഒനേസിഫോറിസിനെ കുറിച്ചാണ് പറയുന്നത്, എന്നെ അന്വേഷിച്ച് കണ്ടെത്തുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവൻ എൻ്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിന്റെ വേല നിമിത്തം ഏത് റിസ്ക് എടുക്കാനും തയ്യാറായിട്ട് അങ്ങനെ വന്നു. അപ്പൊ തനിക്ക് രോഗം വരുമെന്നോ താൻ മരിക്കുമെന്നോ ഒന്നും ഭയപ്പെടാതെ താൻ വലിയൊരു യാത്ര ചെയ്ത് അവിടെ എത്തി. പണവും കയ്യിലുണ്ട്. അങ്ങനെ അവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി തൻ്റെ ജീവനെ പോലും കരുതാതെ ക്രിസ്തുവിന്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയി. ഇവിടെ പറഞ്ഞു മരണത്തോളം ആയിപ്പോയി. എങ്ങനെ ക്രിസ്തുവിന്റെ വേല നിമിത്തം, വെറുതെ ഒരു രോഗിയായതല്ല, ക്രിസ്തുവിന്റെ വേല നിമിത്തം. എന്തായിരുന്നു ക്രിസ്തുവിന്റെ വേല എന്ന് പറയുന്നത്? ഇവിടെ ഒത്തിരി യാത്ര ചെയ്തു, അതുപോലെ തന്നെ പോളിന് സഹായം എത്തിച്ചു, പോളിനെ ശുശ്രൂഷിച്ചു. മരിക്കാനായിരിക്കുന്ന അല്ലെങ്കിൽ രോഗിയായിരിക്കുന്ന സമയത്തും പൗലോസിനെ ശുശ്രൂഷിക്കാനായിട്ട് എപ്പഫ്രാസ് കരുണ കാണിച്ചു എന്ന്, അല്ല മനസ്സ് കാണിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ മരണത്തോളം ആയിപ്പോയി, മരിക്കുമെന്ന് ചിന്തിച്ചു. നമുക്ക് ഓൾമോസ്റ്റ് ഡെഡ് എന്നൊക്കെ പറയാം, ക്ലോസ് ടു ഡെത്ത്, ജീവൻ പോകുന്ന അവസ്ഥയിലായി. ദൈവം പൗലോസ് പറഞ്ഞു, അവ എന്നോട് കരുണ ചെയ്തു, എന്നോടും കരുണ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ വേണമെങ്കിൽ ജീവനും മരണത്തിനും ഇടയിലുള്ള നൂൽപ്പാലത്തിൽ അവിടെ നിൽക്കുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായി. ആ അവസ്ഥയിലൂടെ കടന്നുപോയി, എങ്കിലും ദൈവത്തിന്റെ കൃപയാൽ രക്ഷപ്പെട്ടു. അപ്പൊ അവന്റെ ആ മനസ്സിനെയാണ് കാണുന്നത്, ആ മരണത്തോളം ക്രിസ്തുവിന്റെ വേലയ്ക്ക് വേണ്ടി എത്രത്തോളം. നമുക്ക് കർത്താവിനെ കുറിച്ച് കാണുന്ന ക്രൂശില മരണത്തോളം അനുസരണമുള്ളവനത്തെ കർത്താവ്, അതുപോലെ അതേ ഭാവം ക്രിസ്തുവിന്റെ വേലയ്ക്ക് വേണ്ടി മരണത്തോളം ആയി പോകാൻ തന്നെ അവൻ താനൊരു സാക്രിഫിഷ്യൽ സർവീസിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പൊ എപ്പഫ്രാത്തോസിന്റെ മനസ്സിവിടെ കാണുന്നത്, അവൻ സ്വന്തം ജീവൻ പോലും വിചാരിക്കാതെ ക്രിസ്തുവിനെയും സഭയെയും അല്ലെ ക്രിസ്തുവിന്റെ വേലക്കാരെയും സ്നേഹിച്ച അല്ലെ സേവിച്ച ഒരു മാതൃകയെ കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തുവിന്റെ മനസ്സ് പോലെ താഴ്മയും ത്യാഗവും അത് ജീവിച്ച് കാണിച്ചു. പൗലോസിൽ നിന്ന് കേട്ട് പഠിക്കുന്നവരൊക്കെ അല്ലേ, അതവര് ജീവിച്ചും അവരുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയും. ക്രിസ്തുവില്ല 2:4, ക്രിസ്തുവില്ല അതേ ഭാവം തന്നെ നിങ്ങളിലിരിക്കട്ടെ. 5 എങ്ങനെയാ പറയുന്നത്? 4 ഒരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠം എന്ന് എണ്ണണം. 5 ക്രിസ്തുവിലുള്ള ഭാവം തന്നെ ആയിരിക്കണം. ആ ദൈവരൂപത്തിലായിരുന്നിട്ടും ആ താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ത്യാഗം സഹിച്ച് മരണത്തോളമായി പോയ ക്രിസ്തുവിന്റെ മാതൃക. പൗലോസും അതുപോലെ തന്നെ അനേകം യാത്രകൾ ചെയ്തു, ക്രിസ്തുവിന് വേണ്ടി കഷ്ടപ്പെട്ടു അല്ലെ. ശീതം, നഗ്നത, അധ്വാനം, പട്ടിണി, ഉറക്കളപ്പ്, കപ്പൽ ഛേദം, അതുപോലാതെ അടി, കള്ളന്മാരിലാവത്തെ, കള്ള സഹോദരന്മാരാവത്തെ, കടലിലെ ആവത്തെ, ഇതെല്ലാം സഹിച്ചു അല്ലേ. ദിവസേന സഭയെക്കുറിച്ചുള്ള ചിന്താഭാരം, കൊരിന്തിനെ കുറിച്ചൊക്കെയുള്ള വലിയ ചിന്താഭാരം ആയിരിക്കും അല്ലെ. അങ്ങനെയൊക്കെ സഹിച്ചിട്ടാണ് പൗലോസുമായിരിക്കാം അതുപോലെ തന്നെ പോലെ തന്നെ ക്രിസ്തുവിന്റെ ശുശ്രൂഷ ചെയ്യുന്ന. നമുക്ക് എപ്പഫ്രാത്തോസിനെ ഇപ്പം പൗലോസിന്റെ അടുത്ത് അയച്ചതുകൊണ്ട്, പൗലോസ് ലേഖനം എഴുതിയത് കൊണ്ട് നമുക്ക് എപ്പഫ്രാത്തോസിനെ മനസ്സിലായി. പക്ഷെ അവിടെ ശുശ്രൂഷകനാണ്, ആ ചെറിയ സഭയുടെ ശുശ്രൂഷകനാണ്. അവിടെ അടുത്തൊക്കെ യാത്ര ചെയ്തും പലയിടത്തും സഞ്ചരിച്ചും താൻ ശുശ്രൂഷ ചെയ്യുന്നവനാണ്. അപ്പം പൗലോസിന്റെ അതേ ഭാവമുള്ളവരാണ്. നമ്മളിവിടെ അത്രയും എഴുതിയത് കൊണ്ട് മാത്രം നമ്മൾ അറിയുന്ന, അല്ലെങ്കിലും കർത്താവിന്റെ ശുശ്രൂഷ പൗലോസിനെ ശുശ്രൂഷിക്കുന്ന അധികമായിട്ട് സഭാ ശുശ്രൂഷകനായിട്ട് വേല ചെയ്യുന്ന ആളാണ്. അന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ, വണ്ടികളോ അങ്ങനെയൊന്നും ഇല്ലാത്ത, നടന്നും വേല ചെയ്തുമൊക്കെ ക്രിസ്തുവിന്റെ പൗലോസ് പറയുന്ന അധ്വാനിച്ചും പോരാടിയും ഞങ്ങൾ രാപ്പകൽ വേല ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ആയിത്തീർന്ന ആളാണ്. അപ്പം ഇവിടെ നമുക്ക് എപ്പഫ്രാത്തോസിന്റെ മനസ്സ് കണ്ടു. പൗലോസിനോട് കൂടെ പൗലോസ് പറഞ്ഞ എൻ്റെ സഹോദരൻ, കൂട്ടുവേലക്കാരൻ, സഹഭടൻ, അതുപോലെ തന്നെ നിങ്ങളുടെ മെസ്സഞ്ചർ, അതുപോലെ തന്നെ എൻ്റെ ബുദ്ധിമുട്ട് ശുശ്രൂഷിച്ചവനാണ് അവൻ. നിങ്ങളുടെ ഒരു പ്രതിയായി ഇവിടെ വന്നു. അവൻ രോഗം പിടിച്ചു മരിപ്പാറായിരുന്നു. പക്ഷെ അത് സത്യം, അത് അവൻ മരിച്ചു എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ദൈവത്തിന് എന്നോടും അവനോടും കരുണ ചെയ്തു. അപ്പം അവനെ ഇനി കണ്ട് സന്തോഷിക്കണം നിങ്ങൾ. അതിനുവേണ്ടി അവനും സന്തോഷം കുറഞ്ഞ അതിനെ അയച്ചിരിക്കുന്നു. അവൻ
ക്രിസ്തുവിന്റെ വേല നിമിത്തമാണ് മരണത്തോളം ആയിപ്പോയത്. അപ്പൊ നമ്മള് 4 പേരുടെ മനസ്സ് കണ്ട് ഈ ലേഖനത്തിലല്ലേ. ഞാൻ നിർത്താൻ ഒരു മിനിറ്റ് ഉണ്ട്. ആം, ഏഹ്, ക്രിസ്തുവിന്റെ മനസ്സ് കണ്ടു, പൗലോസിന്റെ മനസ്സ് കണ്ടു, തീമത്യോസിന്റെ മനസ്സ് കണ്ടു, അതുപോലെ തന്നെ എപ്രാത്തോസിന്റെ മനസ്സ് കണ്ട്. ഇനി നമ്മൾ നിന്ന് ചിന്തിച്ചൊക്കെ നമുക്ക് ഏത് മനസ്സാ ഉള്ളത്, അല്ലേ? നമ്മൾ ഈ പഠിക്കുന്നതുകൊണ്ട് നമുക്കും ആ മനസ്സ് ഉള്ളവരായി തീരണം. അതുകൊണ്ടാണ് ഓരോ ദിവസവും ദൈവം നമ്മളെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവവചനം ഇത് നമുക്ക് തന്നിരിക്കുന്നത്. ആ വചനം പഠിക്കുമ്പോൾ ആ വചനം നമ്മളുടെ ഹൃദയത്തിൽ, ആ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിലും ആ വചനം സ്ഥിരമായിരിക്കട്ടെ. അത് നമ്മെ നടത്തട്ടെ, നമുക്ക് ജീവനും ചൈതന്യവും തരട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.